ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഇന്ന് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് വേൾഡ് ഡ്രഗ്സ് ഡേ. ഡ്രഗ്സിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ദിനാചരണമാണ് ലഹരി വിരുദ്ധ ദിനമെന്ന നിലയിൽ. ഓരോ വർഷവും 1989 മുതൽ എല്ലാ വർഷവും ജൂൺ 26-ന് ഇത് കൃത്യമായി ആചരിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ലഹരിയെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരിയുടെ കൂടുതൽ എന്നുള്ളത് വളരെ ആശങ്കാപരമായ ഒരവസ്ഥയാണ്. ഒരുപക്ഷെ ഒരു 4-5 വർഷത്തേക്കാളൊക്കെ വളരെയധികം കൂടിയ ഒരവസ്ഥയിലാണ്. വളരെ ചെറിയ സ്കൂൾ കുട്ടികളിലേക്ക് വരെ അത് എത്തി. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ട്. നല്ലൊരു ധനാഗമ മാർഗമായിട്ട് ഇതിനെ കാണുന്ന ഒരു രീതി ഇപ്പോൾ അവലംബിക്കുന്നുണ്ട്. അഡിക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു പാർട്ടാണ്. എങ്ങനെയാണെങ്കിലും ഇതിനെ കൃത്യമായി നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എത്തിക്കേണ്ടതുണ്ട്. ലഹരിയുടെ കാണാപ്പുറങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. സോ ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഷാബു ഗംഗാധരൻ സാറാണ്. സാറ് വളരെ പ്രസിദ്ധനായ രീതിയിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും വളരെ അനുയോജ്യനാണ്. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഷാബു സാറിനെയും. ഷാബു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. സാർ. നമ്മുടെ മാറ്റിനി ഫ്രീ വെബിനാറിന്റെ 1547 എപ്പിസോഡാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു വാക്ക് പറയാതെ ഇത് ആരംഭിക്കാനായിട്ട് സാധിക്കില്ല. ഞാനും സാറൊക്കെ ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് പരിചയപ്പെട്ടതാണ്. തുടർച്ചയായി 1547 ദിവസം ഈ ഒരു സബര്യ മുടങ്ങാതെ പോവുക എന്നുള്ളത് ഒരു വിസ്മയം, അതിവിസ്മയം തന്നെയാണ്. എന്നെ സംബന്ധിച്ചൊക്കെ അത് പറയാനായിട്ട് വാക്കുകളില്ല. അത്ര ഒരു വിസ്മയമായിട്ടുള്ള ഒരു ഫ്ലോറാണ് സാബു സാറിന്റെ. കമ്മിറ്റ്മെന്റ് എന്നുള്ളതിന് എന്താണ്, എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമ്മൾ ഉദാഹരിക്കാനായിട്ട് സാബു സാറിനെ ചൂണ്ടിക്കാണിക്കാം. കാരണം നമ്മളൊക്കെ സാധാരണയായിട്ട് പല കാരണങ്ങൾ കണ്ടെത്തും ഒരു ക്ലാസ്സിൽ നിന്ന് സ്കിപ്പ് ആവാനായിട്ട്. എന്ത് കാരണം നമുക്കുള്ളതെന്ന് നോക്കും. പക്ഷെ സാബു സാറ് 99.25 കാരണം കണ്ടെത്തിയാലും ഒരു 1/4 ഭാഗം കാരണം കിട്ടിയാൽ മതി ആൾക്ക് ഈ പ്രോഗ്രാം നടത്തണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം അദ്ദേഹത്തിനുണ്ട്. ആരാലും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒരു സാബു സാർ ഒരു വിസ്മയം തന്നെയാണ്, പറയാതിരിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പൊ നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും ഇങ്ങനെ ഒരു ഉപഗ്രഹം പോലെ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാടൊരു നോളേജ് സിറ്റി തന്നെയാണ്, ഒരു നോളേജ് സമൂഹം തന്നെ സാറ് കെട്ടിപ്പടുത്തുക. കാരണം 1547 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വൈവിധ്യമാർന്ന പല മേഖലകളിലുമുള്ള വൈവിധ്യമാർന്ന സബ്ജക്റ്റുകൾ, അതൊക്കെ കൂടാതെ തന്നെ എല്ലാ സബ്ജക്റ്റിനും അപ്പുറം സംഗീതം, കല, ഇതിനൊക്കെ കൂടി കഥ, ഇതിനൊക്കെ കൂടി സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു സമയകരമായ ഫ്ലോറിൽ വീണ്ടും ഒരു ക്ലാസ് എടുക്കുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യം ഞാൻ അറിയിക്കുകയാണ്. ഒരുപാട് മുഖങ്ങളുണ്ട്, എനിക്ക് പരിചയമുള്ള മുഖങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അവരൊക്കെ വീണ്ടും ഈ ഫ്ലോറിൽ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. റോയ് സാറ്, അതുപോലെ തന്നെ ഫിലിപ്പ് സാറ്, ഗോപകുമാർ സാറ്, അൻസാരി സാറ്, ഇവരൊക്കെ നമ്മൾ ജ്യോതികുമാർ സാറ്, ഇവരൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. ഇതൊക്കെ ഈ ഫ്ലോറിൽ വന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ ഈ ഒരു സുഹൃത്ത് വലയം ഊട്ടിയുറപ്പിക്കാൻ, ആ ഊഷ്മളത നിലനിർത്താനും സാബു സാറ് കാണിക്കുന്ന ഒരു വലിയ ഉദ്യമത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ മുൻപ് ഈ ഫ്ലോറിൽ തന്നെ അവതരിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഈ വിഷയത്തിന് പ്രസക്തി ഒട്ടും നഷ്ടപ്പെടുന്നില്ല, കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇന്ന് ക്ലാസ് എടുക്കാൻ വിചാരിച്ചു. ഇന്റർനാഷണൽ ഡ്രഗ്സ് വിരുദ്ധ ദിനമാണെന്ന് നമ്മൾ ഐക്യരാഷ്ട്രസഭ 1987 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ എല്ലാ വർഷം തുടർച്ചയായിട്ട് ഈ ഒരു ദിനം നമ്മൾ ആചരിച്ചു വരുന്നു. എപ്പോഴും ഞാൻ ഈ ഒരു സെഷൻ തുടങ്ങാറുള്ളത് കവി അയ്യപ്പന്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതയുടെ 2 വരി ആലോചിച്ചിട്ടാണ് ഞാൻ തുടങ്ങാറ്. കാരണം അതും മാറ്റിവെക്കാൻ കഴിയില്ല. അതിതാണ്: കരള് പങ്കിടാൻ വൈദ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിതൻ പക്ഷികൾ. കരള് പങ്കിടാൻ വൈദ്യന്റെ പ്രണയമേ, പകുതിയും കൊണ്ടുപോയി ലഹരിതൻ
ഭക്ഷിക്കും. നമ്മളുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക്, നമ്മളുടെയൊക്കെ ഏറ്റവും പ്രണയിക്ക് കാമുകിക്ക് ഒക്കെ കൊടുക്കേണ്ട കരള് ലഹരിക്ക് കൊടുക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യന്റെ ആത്മരോദനമാണ് കവി അയ്യപ്പൻ മനോഹരമായിട്ടുള്ള ഈ 2 വരികളിൽ കുറിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. കരൾ നമ്മളൊക്കെ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് പകർത്തു കൊടുക്കേണ്ടതാണ് കരൾ, അല്ലെ? ആ കരളിനെ ലഹരി കൊണ്ടുപോയപ്പോൾ ഉണ്ടായ ഒരു ആത്മരോദനമാണ് അദ്ദേഹം വാക്കുകളിൽ കുറിച്ചത്. നമുക്കറിയാം. അപ്പൊ ജൂൺ 26 എല്ലാ വർഷവും ഈ ഒരു ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം? നമുക്കറിയാം, ഇന്നിപ്പോ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ റെലവന്റ് ആണ്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു പ്രശ്നം തന്നെയാണ് ലഹരി മരുന്നുകൾ ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന സമൂഹത്തെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിച്ച് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം തന്നെയാണ് ഇതിനുള്ളത്. അപ്പൊ അത് പല വിധത്തിലായിട്ട് നമ്മളത് പ്രബോധന പരിപാടികളും അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ സർക്കാർ തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ നടന്നു വരുന്നുണ്ട്. വിമുക്തി എന്നുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് തന്നെയുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത ഇത് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിന്റെ ഒരു പ്രസക്തിയായി. അപ്പൊ കേരളത്തെ കുറിച്ച് നമുക്ക് പറയാം. 3864 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശം. കിഴക്ക് സഹ്യപർവ്വതത്തിൽ നിന്ന് പടിഞ്ഞാറ് അറബിക്കടൽ വരെ പരന്നു കിടക്കുന്ന സഹ്യാദ്രിയായ അല്ലെ ഹരിതവർണ്ണ ഭൂമിയായ ഒരു ഭൂപ്രദേശം. 3.5 കോടി ജനങ്ങൾ. വിദ്യാഭ്യാസ കാര്യത്തിലും അതുപോലെ തന്നെ സാക്ഷരതയിലും ഏറ്റവും മുൻപന്തിയിൽ, യൂറോപ്യൻ രാജ്യങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള രാജ്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഒരു പേരുണ്ട്, ഒന്ന് പറയാമോ? ആർട്ടിക്കിൾ ഒന്ന് പറയാമോ? ഈ സവിശേഷമായ നമ്മുടെ ഈ കേരളത്തിന്റെ പേരെന്താ പറയാ? ഗോഡ്സ് ഓൺ കൺട്രി. യെസ്, രാജ്യത്തിന്റെ. താങ്ക് യു. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മളെ കേരളത്തിന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഗോഡ്സ് ഓൺ കൺട്രി കുറച്ച് കഴിയുമ്പോൾ ഡ്രഗ്സ് ഓൺ കൺട്രി ആയി മാറും. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രമാവതി മാം കണ്ടു, സന്തോഷം. വന്നതിന് സന്തോഷം. ഓക്കെ. അപ്പൊ അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനം എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ പഞ്ചാബിന് തൊട്ട് താഴെയാണ് കേരളം എന്നുള്ളത്. കേരളത്തിന്റെ സ്ഥാനം എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയുടെ വെറും 4% മാത്രം ജനസംഖ്യ ഭൂപ്രതിയുള്ള ഒരു കേരളമാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ 2ാം സ്ഥാനവും. അതുപോലെ തന്നെ NDPS ആക്ട് പ്രകാരം, നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനവും നമ്മുടെ സംസ്ഥാനം തന്നെയാണ്. അതൊരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, വിത്ത് യുവർ പെർമിഷൻ. സാറേ, പഞ്ചാബികൾക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരു പാവമാണെന്നാണ് അവരുടെ മതം പറയുന്നത്, സിഖ് മതം പറയുന്നത്. എന്താ സാറേ? സിഗരറ്റ് വലിക്കുന്ന പോലും പാപമാണെന്നാണ് സിഖ് മതം പറയുന്നത്. അത് അവിടെ അല്ല. അവിടെ ലഹരി. തീർച്ചയായിട്ടും സിഗരറ്റ് ലഹരിയാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ സ്ക്രീൻ കാണുന്നില്ലേ സാർ? ഫുൾ സ്ക്രീൻ ആകുന്നോ? സ്ലൈഡ് ഷോ കാണുന്നുണ്ട്. ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് സ്ലൈഡ് ഷോ ഇല്ലെങ്കിൽ മുകളിൽ ഏറ്റവും മുകളിൽ എന്താണ് ഇൻസേർട്ടിന്റെ മുകളിലുള്ള ബട്ടൺ, കപ്പ് പോലത്തെ ബട്ടൺ മുകളിൽ അതിന്റെ ഇപ്പുറത്തെ. യെസ്, അത് തന്നെ. യെസ്, ഓക്കെ. ഇന്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്. ഇലിസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് നമ്മൾ കടത്തുന്നതിനെയാണ് നമ്മൾ ഇലിസിറ്റ് ട്രാഫിക് പറയുന്നത്. ഓക്കെ. അപ്പൊ അതിനൊരു സ്ലോഗൻ ഉണ്ട്. നമ്മുടെ ഐക്യരാഷ്ട്രസഭ ഓരോ വർഷവും ഒരു സ്ലോഗൻ ഉണ്ടായിരിക്കും, ഒരു തീം ഉണ്ടായിരിക്കും. അതാണ് ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. പ്രിവെൻഷനിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു സ്ലോഗനാണ് അവിടെ ഇറക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ NDPS ആക്ട് എന്ന് പറഞ്ഞു. NDPS ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആക്ടുകളുണ്ട്. അതിൽ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് സൈക്കോട്രോപിക്
സബ്സ്റ്റൻസ് ആക്ട്, അതാണ് NDPS ആക്ട്. അപ്പൊ ഇത് പ്രകാരം 2008 508 കേസുകൾ മാത്രമാണ് നമ്മുടെ ഈ കൊച്ചി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. അത് 2020 ആയപ്പോൾ 4650 കേസുകളായി. 2024 ആയപ്പോ നോക്കൂ 27,465 കേസുകളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. ഇത് ഇന്ത്യയിലെ 1ാം സ്ഥാനത്താണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ NDPS ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അറസ്റ്റ് നടന്നിട്ടുള്ളതും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് എന്നുള്ളതാണ് നമ്മളെയൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനൊരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്, ജസ്റ്റ് അതിന്റെ ഒരു ഭീകരത. ഓക്കെ, കണ്ടിരിക്കുമല്ലോ. ഇതൊരു നടന്ന സംഭവമാണ്. എൻ്റെ അടുത്തുള്ള ഞാൻ അറിയുന്ന ഒരു കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ആ സ്ത്രീ എന്ന് പറയുന്നത് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കൊച്ചു മകനാണ് ആ സ്ത്രീയെ ഇങ്ങനെ മാരകമായിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത്. എന്തിനു വേണ്ടിയാ? കഞ്ചാവ് വലിക്കാനായിട്ട് പൈസ കൊടുക്കാതിരുന്നതിന് വേണ്ടിയിട്ടാണ് ആ സ്ത്രീയെ ആ കൊച്ചുമകൻ ഉപദ്രവിക്കുന്നത്. അവിടെ അടുത്ത് ഒരു ശബ്ദം നമ്മൾക്ക് കേട്ടാം. ആ ശബ്ദം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ മകനാണ്. ആ മകൻ ഒരു ആക്സിഡന്റ് ആയിട്ട് അവിടെ ബെഡ് റിഡൻ ആണ്. അദ്ദേഹത്തിന് എഴുന്നേൽക്കാനോ ഒന്നും സാധിക്കില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അമ്മയെ ഉപദ്രവിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ആ കൊച്ചു മകൻ, അല്ലെ, ലാളിച്ചു വളർത്തിയ ആ കൊച്ചു മകൻ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു, നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോയിൽ കുറെ വീഡിയോകളുണ്ട്, ഞാൻ അതൊന്നും പ്ലേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് അതിന്റെ ഒരു സ്വഭാവം, അതിന്റെ എത്രത്തോളം ആഴത്തിലുണ്ട് എന്നുള്ളത് മാത്രം കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു വീഡിയോ നമുക്ക് നോക്കാം. സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് ഒന്ന് ഷെയർ ചെയ്യണമായിരുന്നു. സൗണ്ട് ഇത്തിരി കുറവാണ്, അതിന്റെ വീഡിയോയ്ക്ക് തന്നെ കുറവാണ് സൗണ്ട്. നിങ്ങൾ കണ്ടാൽ മതി. സാറേ ഇതിന് ഒച്ചയില്ല അല്ലേ സാറേ, കാണുന്ന മാത്രം. കാണുന്ന കണ്ടാൽ മതി. ഒച്ചയുണ്ട്, പക്ഷെ വളരെ കുറവാണ് സൗണ്ട് ഉള്ളു.
ഓക്കെ. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചെന്നുള്ളൂ. ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ എന്താണ് ഞാനിപ്പോ ഇവിടെ നിന്ന് പറയാൻ ശ്രമിക്കുന്നത്, എന്താണ് ലഹരി, എങ്ങനെയാണ് നമ്മൾ ഒരാള് ലഹരിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഒരു ലഹരി ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും, അതുപോലെ തന്നെ ഫലപ്രദമായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം. ഇത്തരം കാര്യങ്ങളാണ് എൻ്റെ അടുത്ത 1 മണിക്കൂറിനുള്ളിൽ നമുക്കിവിടെ സംവദിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഒരു രസത്തിന് വേണ്ടിയായിട്ട് എല്ലാവരും തുടങ്ങും. ഒരു രസത്തിന് വേണ്ടി തുടങ്ങും. ജീവിതമൊക്കെ ഉപേക്ഷിച്ച് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു ഏകാന്ത തുരുത്തുകളായി, അതുപോലെ തന്നെ അന്ധകാരത്തിന്റെ ഇടനാഴിയിലേക്ക് ഒറ്റപ്പെടുന്ന ഒരു ജീവിതം. അവസാനം ഏതെങ്കിലും ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ 4 ചുവരുകൾ എരിഞ്ഞടങ്ങും. അതാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥ. ഈ ഒരു ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളുടെ ജീവിത ക്രമം എന്ന് പറഞ്ഞ തരത്തിലാണ്. അപ്പൊ എന്താണ് ലഹരി? എന്താണ് ലഹരി എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഓഡിബിൾ അല്ലേ സാർ? സാറേ എനിക്കൊരു അഭിപ്രായമുണ്ട് സാറേ. ലഹരി എന്ന് മാത്രം വാക്ക് ഉപയോഗിക്കൂടെ. ലഹരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഉന്മാദ ലഹരി എല്ലാം ലഹരിയാണ്. അപ്പൊ ലഹരിക്ക് പകരം ലഹരി മരുന്ന് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ അല്ല, ഞാൻ എല്ലാ കാര്യവും ലഹരി, അതായത് നമുക്ക് ലഹരി കിട്ടുന്ന എന്താണ് ലഹരി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ലഹരി എന്ന് പറയുമ്പോൾ മരുന്നുകളാവാം, അത് എല്ലാ തരത്തിലുള്ള ലഹരി, അതായത് ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതില് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ അതൊക്കെ ലഹരിയാണ്. അതിൽ അതൊക്കെ ശരിയാണ് സാറേ, ശരിയാണ്. ഓക്കെ. അപ്പൊ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ അത് ശരീരത്തിൽ നമ്മുടെ പ്രവേശിച്ച് നമ്മുടെ ചില രാസപരിണാമങ്ങൾ നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിച്ച് അതുവഴി നമ്മുടെ ബ്രെയിനിൽ, തലച്ചോറിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം ആ ഒരു പ്രത്യേക പദാർത്ഥത്തിനോട് ഒരു ആസക്തി തോന്നും. അതാണ് ലഹരി എന്ന് പറയുന്നത്. അത് പല രൂപത്തിലാവാം, ക്രിസ്റ്റൽ രൂപത്തിലാവാം, ദ്രാവക രൂപത്തിലാവാം, പല രൂപത്തിലാവാം. ഇത് തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് ഉണർവ് നൽകുന്നു, ഉന്മേഷം നൽകുന്നു, മയക്കം നൽകുന്നു, വിഭ്രാന്തി നൽകുന്നു. പക്ഷെ ഇത് ഉപയോഗം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ശാരീരികമായും മാനസികമായും നമ്മളെ വളരെ ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഫലപ്രദമായിട്ട് നമ്മൾ പ്രതിരോധിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്, ചിലർ ലഹരി ഉപയോഗിക്കുന്നു, എന്നാൽ മറ്റു ചിലർ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ വലിയൊരു മാന്യനൊന്നും ആവുന്നില്ല. ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളും ഉപയോഗിക്കാത്ത ഒരാളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ബ്രെയിനിലുള്ള ആ ഒരു പിന്നെ ലഹരിയെ സ്വീകരിക്കുന്ന ഒരു ഘടകം അത് സജീവമല്ലാത്തത് കൊണ്ട് അവർ കഴിക്കുന്നില്ല, ലഹരി എടുക്കുന്നില്ല. മറ്റുള്ളവർക്ക് അത് സജീവമാണ്. ഒരു കോശങ്ങളെന്നോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇപ്പൊ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു പെട്രോൾ പമ്പിലേക്ക് പോകുന്നു, കാറിൽ പെട്രോൾ അടിക്കാനായിട്ട് പെട്രോൾ പമ്പിലേക്ക് പോകുന്നു, കാറിന്റെ ഡോറ് താഴ്ത്തുന്നു, അപ്പൊ ഒരു 500 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ എടുക്കും. അപ്പൊ കാറിൽ AC ഉണ്ട്. അപ്പൊ ഈ പെട്രോളിന്റെ ആ ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അരിച്ചു കയറുമ്പോൾ കാറിൽ ഒരു 4 ആളുണ്ട് എന്നുണ്ടെങ്കിൽ 2 പേർക്ക് ആ ഗന്ധം വളരെ ഇഷ്ടമാകും, പക്ഷെ മറ്റു 2 പേർക്ക് അത് ദുസ്സഹമാകും. അത്രയുള്ള കാര്യം. അപ്പൊ അവരുടെ ആ റിസപ്റ്റേഴ്സ് അത് 2 പേരുടെ നല്ല രീതിയിൽ അവർക്ക് ആസ്വാദികരമായിട്ടുള്ള ഗന്ധമാവുന്നതോടൊപ്പം തന്നെ മറ്റു 2 പേർക്ക് അത് ദുസ്സഹമാകും. അതുപോലെ തന്നെയാണ് ലഹരി. ചിലർക്ക് ഇനാമൽ പെയിന്റ് അതിന്റെ ഒരു സ്മെല്ല് ചിലർക്ക് ഇഷ്ടമായിട്ട്, അതുപോലെ തന്നെ വൈറ്റ്നർ, ഗ്ലൂ, ഇതിന്റെയൊക്കെ ചില സ്മെല്ലുകൾ ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് അത് സുഖമായിട്ട് തോന്നും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ലഹരി എന്ന് പറയുന്നത്, പക്ഷെ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം ഇപ്പോൾ കരുതുന്നത് ലഹരി എന്നുള്ളത് അത് അമിതമായാൽ, അതൊരു അഡിക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ലഹരി വിരുദ്ധ പ്രവർത്തനം എല്ലാം നടക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് അമിതമായ ആസക്തി അല്ലെങ്കിൽ അഡിക്ഷൻ എന്നുള്ളത് ഒരു രോഗാവസ്ഥയാണ്. ഏകദേശം 150 വർഷമായിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തം നടത്തിയിട്ട്, അതിക്ക് മുൻപൊക്കെ നമ്മൾ എന്താ പറയാറ്, അവന്റെ എന്താ പറയാ, അവന്റെ കുറുമ്പാണ് അവൻ മദ്യപാനം നടത്തുന്നത്, അല്ലെ? ആ രീതിയിലൊക്കെയാണ് നമ്മൾ അവരെ ഒറ്റപ്പെട്ട് അവരെ മാറ്റി നിർത്തി പാർശ്വവൽക്കരിക്കാറ്. പക്ഷെ ഇപ്പൊ പറയുന്നത് എന്താ, മറ്റുള്ള അസുഖങ്ങൾ പോലെ തന്നെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ അഡിക്ഷൻ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് വരുന്നത്. അല്ല, ഇതിലിപ്പോ പറയുന്നത് ഇപ്പൊ എന്താ, ജസ്റ്റ് ഒരു അമ്മ കാക്കാത്ത മക്കളെ ദൈവത്തിന് പോലും കാക്കാൻ കഴിയില്ല. ആ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ വലിയ ചതിക്കുഴികളാണ് നമ്മുടെ മുൻപിലുള്ളത്, അല്ലെ? നമ്മുടെ വീടിന് പുറത്തിറങ്ങിയാൽ വലിയൊരു
പതിക്കുഴികളാണ് ഉള്ളത്. കാരണം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പൊ നമ്മളാണ് വളരെ ശ്രദ്ധിച്ച്, ഒരു വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിനാണ് അതിന് ഏറ്റവും വലിയ, അതുപോലെ തന്നെ അധ്യാപകർ, അവരൊക്കെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമുക്ക് പത്രവാർത്തകളൊക്കെ, ഒരുപാട് പത്രവാർത്തകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മുടെ വെഞ്ഞാറമൂട് നടന്നൊരു കൊലപാതകം അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ വെഞ്ഞാറമൂട് നടന്ന കൊലപാതകത്തെ പറ്റി? കേട്ടിട്ടില്ലേ? യെസ്. കേട്ടിട്ടുണ്ട് സാറേ. യെസ് യെസ് യെസ്. ലഹരിയുടെ ഒരു മാരക വേർഷൻ തന്നെയായിരുന്നു അതൊക്കെ. പലതരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുള്ള കുടുംബാംഗങ്ങളെ തന്നെ കൊല ചെയ്യപ്പെടുന്ന ആ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ എന്താണ് ലഹരി എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എന്താണ് അന്വേഷിക്കുന്നത്? ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് എന്താണ് മനുഷ്യൻ തന്റെ ജീവിതത്തിൽ? പ്രശ്നം, സുഖം, പ്രശ്നം, സുഖം, സുഖം. പ്ലഷർ. സുഖം. ഓക്കെ, അത് അല്ലെ. സന്തോഷം. എല്ലാം അവന് വേണ്ടിയിട്ടാണ് അവൻ സന്തോഷം. എല്ലാ കാര്യങ്ങളും അങ്ങനെ. സന്തോഷം. സന്തോഷത്തെ എന്തിനു വേണ്ടിയിട്ടാ? സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. സമ്പത്തായാലും സന്തോഷമായാലും സമാധാനമായാലും ശാന്തി ആയാലും അതിനെ അൾട്ടിമേറ്റ് എവിടെയാണ് വരുന്നത്? ആ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സുഖത്തിന് വേണ്ടിയിട്ടുള്ള അവന്റെ അലച്ചിലാണ്, അല്ലെങ്കിൽ അവന്റെ അന്വേഷണമാണ് അവൻ ലഹരിയിലേക്ക് എത്തിയത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ആധുനിക കാലത്ത് അല്ലെങ്കിൽ പ്രാചീന കാലത്തെല്ലാം അതിന്റെ തെളിവുകളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഫോസിലുകളിൽ നിന്നെല്ലാം മദ്യത്തിന്റെ എല്ലാം ചില തെളിവുകളൊക്കെ നമുക്ക് കിട്ടി. അപ്പൊ എങ്ങനെയാണ് അവൻ ലഹരിയിലേക്ക് എത്തുന്നത് എന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മനുഷ്യർ എന്ന് പറയുന്നത് ഇപ്പൊ ഹോമോസാപ്പിയൻ കഴിഞ്ഞപ്പോ അടുത്തത് ഹോമോ ഡയസ് ഒക്കെ വരാൻ പോകുന്നതാണ്. അപ്പൊ ഈ ഹോമോസാപ്പിയനിന് മുമ്പ് എങ്ങനെയായിരുന്നു മനുഷ്യര്? അല്ല, അതിക്ക് മുമ്പ് ക്രൊമാഗ്നൻ മനുഷ്യൻ അതൊക്കെയല്ലായിരുന്നത് ആദ്യം. ആ മനുഷ്യന്മാരൊക്കെ എങ്ങനെയാണ് കുനിഞ്ഞ് അവൻ നിവർന്ന് അല്പാൽപമായി നിവർന്നാണ് വന്നത് അല്ലെ. അങ്ങനെയല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഒരു രൂപം? കുനിഞ്ഞ് പിന്നെ നിവർന്ന് നൽകുന്ന ഇപ്പോഴത്തെ ആധുനിക മനുഷ്യന്റെ ആ ഒരു ഹോമോസാപ്പിയൻസിലെത്തിയ ആ ഒരു പരിണാമം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചാണ്. അവിടെ പ്രധാനമായിട്ട് സംഭവിച്ചത് പക്ഷിമൃഗാദികളിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ വേർപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവന്റെ വിവേചന ബുദ്ധിയാണ് അല്ലെ. നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഉണ്ടായത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പക്ഷിമൃഗാദികൾക്ക് വിസർജിക്കണം എന്ന് തോന്നി അവിടെ തന്നെ വിസർജിക്കും, വേറെ ഒന്നും നോക്കില്ല. പക്ഷെ ഒരു മനുഷ്യനാണെങ്കിലോ, അവൻ അനുകൂല സാഹചര്യം വരുന്നത് വരെ അവൻ കാത്തു നിൽക്കും. ആ സ്ഥലം, അതുപോലെ തന്നെ ആ സമയം, ഇതെല്ലാം അനുകൂലമായെങ്കിൽ മാത്രമാണ് അവന് എന്ത് ചെയ്യാൻ കഴിയുക. അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ അവൻ ചെയ്യുള്ളൂ. അതാണ് വിവേചന ശക്തി എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബ്രെയിനിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. ഇതിൽ തന്നെ ആ ബ്രെയിനിൽ തന്നെ ഡോപ്പമിൻ എന്നുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ഡോപ്പമിൻ. അപ്പൊ ഈ ഡോപ്പമിൻ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഡോപ്പമിന്റെ ഒരു ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് മോട്ടോർ ആക്ടിവിറ്റി, ഞാനിവിടെ കൈകൊണ്ട് കാലുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന മോട്ടോർ ആക്ടിവിറ്റി, അതൊക്കെ ഈ ഡോപ്പമിന്റെയാണ്. ഇതിൽ കാണിക്കുന്നത് 2 സെല്ലുകൾ തമ്മിലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് ന്യൂറോണുകളാണ് നമ്മുടെ ബ്രെയിനിലുള്ളത്. അപ്പൊ ഒരു ന്യൂറോണുകൾ മറ്റൊരു ന്യൂറോണുകളായിട്ട് ടച്ച് ചെയ്യുന്നില്ല, അതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അതിന് നമ്മൾ സിനാപ്സ് എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്? ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അവ മുഖേനമാണ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടത്തുന്നത്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തില് അല്ലെങ്കിൽ ബ്രെയിനിലെ ഏറ്റവും ഡെവലപ്പ് ചെയ്ത ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റ്, ഡോപ്പമിൻ അല്ലെങ്കിൽ സെറാട്ടോണിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റുകൾ പ്രവഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് എന്തുണ്ടാവുന്നത്? പ്ലഷർ, ഈ പറഞ്ഞ മാതിരി സന്തോഷം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പോർഷനാണ് ഈ കാണിക്കുന്നത്. ഇതില് ഒരു മിഡ് ബ്രെയിൻ എന്നുള്ളൊരു സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ഒരു മിഡ് ബ്രെയിൻ, ലിംബിക് സിസ്റ്റത്തിന്റെ ഏകദേശം ആ ഭാഗത്ത് വരുന്നതാണ് സബ്സ്റ്റാൻഷ്യ നിഗ്ര. ഈ സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ നിന്ന് ഡോപ്പമിൻ ബ്രെയിനിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതോടൊപ്പം എപ്പോഴെങ്കിലും അത് ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരുമ്പോഴാണ് നമുക്ക് പ്ലഷർ കൂടുതൽ അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്ന് സബ്സ്റ്റാൻഷ്യ നിഗ്രയിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ഡോപ്പമിൻ പ്രവഹിക്കുന്നതോടൊപ്പം എപ്പോഴെങ്കിലും അത് ന്യൂക്ലിയസ് അക്യുംബൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് എത്തുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പ്ലഷർ വരുന്നത്.
അപ്പൊ ബ്രെയിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പൊ നമുക്ക് പ്രഷർ കിട്ടാൻ സാധാരണ നല്ലൊരു ബുക്ക് വായിച്ചാൽ നമുക്ക് പ്ലഷർ കിട്ടും, ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടാവും. സാധാരണ മാറ്റി വെബിനാറിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രഷർ കിട്ടും, ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പലതരത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ചെയ്യുമ്പോൾ, ചാരിറ്റി ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ പലതരത്തിൽ നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഇതുകൊണ്ടൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടാവുന്നത്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഗാംബ്ലിംഗ് എന്ന് പറയും, ചൂതാട്ടം. അത് എല്ലാ കാര്യം വരും, കാർഡ്സ് വരും, അതുപോലെ തന്നെ വീഡിയോ ഗെയിം വരും, മൊബൈൽ ഫോൺ അഡിക്ഷൻ വരും, അതുപോലെ തന്നെ ഫോൺ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇതുകൾ വരും ചൂതാട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എനി ടൈപ്പ് ഓഫ് നാർക്കോട്ടിക്, ഏത് തരത്തിലുള്ള ലഹരി മരുന്നുകളും അനിയന്ത്രിതമായിട്ടുള്ള പ്ലഷർ നമുക്ക് തരും. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് സെക്സ്. അപ്പൊ ഒരു കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ ക്രൈമുകളും തന്നെ ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നടക്കുന്നത്. ഈ 3 കാര്യം കൊണ്ടാണ് ലോകത്ത് നടക്കുന്ന എല്ലാ ക്രൈമുകളും നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ശരിയല്ലേ? ഹലോ, യെസ് സാർ, യെസ് സാർ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ, അതായത് ഞാനിപ്പോ പറയുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായിരിക്കും, അവർക്ക് ഈ പറഞ്ഞ മാതിരി ഈ ഹോർമോണുകളൊക്കെ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ചില ADHD പോലെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് കുറവായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ ഇതിലേക്ക് എത്തിച്ചേരാനായിട്ട്, അതായത് കൂടുതൽ അഡ്വഞ്ചർ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അവർക്ക് കൂടുതൽ ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ചിലപ്പോ കാണാം, ബൈക്കുകളൊക്കെ ഓടിച്ച് 100 കിലോമീറ്റർ ഓടിച്ച് ബൈക്കിൽ നോക്കിപ്പിടിച്ചു പോകണം. അപ്പൊ അവർക്ക് സാധാരണ പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുന്ന മാതിരി കുടുംബാംഗങ്ങളുടെ കൂടി എന്ന് വർത്താനം പറയുക, അല്ലെങ്കിൽ സാധാരണ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്ലഷർ കിട്ടും. അങ്ങനെ സാധാരണ കാര്യങ്ങളൊന്നും ചെയ്താൽ അവർക്ക് കിട്ടില്ല. അവർക്ക് എന്താ, വലിയ വലിയ കാര്യങ്ങൾ, അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഡോപ്പമിൻ ഷൂട്ട് ഉണ്ടാവുക. അപ്പൊ അതാണ് ഇതിന് മറ്റൊരു കാര്യം. അപ്പൊ നിങ്ങൾ അപ്പൊ ഈ 3 കാര്യത്തിലാണ് നമ്മളൊരു പ്രസിദ്ധമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു സിനിമയിൽ എങ്ങനെ പറയുന്നില്ല, എന്താ, യെസ്, അവൾ ഞാൻ കുടിച്ചിരുന്നു, പക്ഷെ അവളോ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ഏത് സിനിമയാണ് സാർ അത്? നെടുമുടി വേണോ? ആരോ ഇല്ലല്ല, ഹിറ്റ്ലർ. മമ്മൂട്ടിയാ? ഹിറ്റ്ലർ. ആ, മമ്മൂട്ടി. ആ നനഞ്ഞു വന്നിട്ട്. അതെ അല്ലെ? ഓക്കെ. അപ്പൊ ആ ഒരു സിനിമയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനുഷ്യന്റെ ഏറ്റവും വികാസം പ്രാപിച്ച ഒരു കേന്ദ്രമാണ് നമ്മുടെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്. പ്രീ ഫ്രോണ്ടൽ ലോബ്, ആ നെറ്റിയുടെ നമ്മുടെ ഏറ്റവും പുറകുവശത്തുള്ള ഒരു ഭാഗമാണ് ഈ പ്രീ ഫ്രോണ്ടൽ ലോബ്. ഒരു മനുഷ്യനാകുന്നത്, അല്ലെ, ഒരു മനുഷ്യത്വം ഉണ്ടാവുന്നത്, മാനവികത ഉണ്ടാവുന്നത്, അവൻ ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. മറ്റു മൃഗങ്ങൾക്കൊന്നും ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. നോക്കൂ, അതിന്റെ ഫങ്ഷൻസ് നോക്കൂ: പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ്, മോട്ടിവേഷൻ, ജഡ്ജ്മെന്റ്, സെലക്ഷൻ, എലക്ഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഇമ്പൾസ് കൺട്രോൾ, സോഷ്യൽ ബിഹേവിയർ, പേഴ്സണാലിറ്റി, മെമ്മറി, അവന്റെ പങ്ക്ച്വാലിറ്റി, റിവാർഡ്, അറ്റൻഷൻ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ ഫ്രോണ്ടൽ ലോബാണ്. അപ്പൊ മദ്യം കഴിക്കുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? മദ്യം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ ഫ്രോണ്ടൽ ലോബ് ഓഫ് ആവും. ഫ്രോണ്ടൽ ലോബ് ഓഫ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ശരിയായ രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയില്ല. മദ്യപിച്ച ആൾക്കാരുടെ നിങ്ങളൊരു മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി, ഒരു മദ്യപിച്ച ആളും മദ്യപിക്കാത്ത ആളും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഈ ഫങ്ഷൻസ് ഒന്നും നടക്കില്ല. അത് ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രോണ്ടൽ ലോബ് അവിടെ ഓഫായി പോകും. അതാണ് ആ സിനിമയിൽ സംഭവിച്ചത്. അവൻ പറഞ്ഞെന്താ, ഞാൻ കുടിച്ചിരുന്നു, അപ്പൊ എന്ത് സംഭവിച്ചു? എന്റെ ഫ്രോണ്ടൽ ലോബ് അവിടെ ഓഫായി. പക്ഷെ നിനക്ക് ഒച്ച വെക്കാമായിരുന്നു. അവിടെ വേറൊരു സംഭവം കൂടി സംഭവിച്ചു. എന്താണ് സാർ? ആരെങ്കിലും പറയാമോ? ആ പുള്ളിക്കാരത്തിന്റെ ഫ്രോണ്ടൽ ലോബ് ഓഫായി. കാരണം എന്താ? മദ്യപാനം. സാറേ, അവിടെ വികാരത്തിന് വഴി മാറത്തേ ഉള്ളൂ. യെസ്, മാഡം പറഞ്ഞ കറക്റ്റ് ആണ്. സെക്സ്. അപ്പൊ അങ്ങനെ സെക്സ് എന്നുള്ളൊരു കാര്യം വരുമ്പോഴും ഇത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതും അവിടെ ഓഫായി പോയി. അപ്പൊ ഇത് രണ്ടും വരുമ്പോ ഇത് ഫ്രോണ്ടൽ ലോബ് ഓഫായി. അതാണ് സംഭവിച്ചത്. ഓക്കെ,
ഇനി നമുക്ക് അതിലേക്ക് വരാം. പലതരത്തിലുള്ള ഡ്രഗ്സുകൾ ഉണ്ട്. നമ്മൾ പലതരത്തിൽ ഡ്രഗ്സുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒന്ന് പറയാമോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കേട്ട ഡ്രഗ്സുകളെ കുറിച്ചൊന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? കഞ്ചാവ്, കഞ്ചാവ്, ഹാഷിഷ്, MDMA, ഓക്കെ, ഓക്കെ കൂൾ, സ്റ്റാമ്പ്, ഓക്കെ. ബീഡി, സിഗരറ്റ്. തീർച്ചയായിട്ടും പറഞ്ഞോളൂ. വരട്ടെ ഇനിയുണ്ടല്ലോ ഒരുപാട്. കറുപ്പ്, കറുപ്പ്, ആശിഷ് അങ്ങനെയൊന്നല്ലേ? കറുപ്പ്, ആശിഷ്. ഓക്കെ, യെസ്. പിന്നെ ചില മരുന്നുകൾ ലഹരിയുള്ളത് മേടിച്ചു കുടിക്കുന്ന കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്. ഇപ്പൊ നമ്മള് കപ്പ് സിറപ്പ് കറുപ്പില്ലേ? കറുപ്പ്. കറുപ്പ്. ഓക്കെ, താങ്ക് യു. എല്ലാവരും പറഞ്ഞത് 100% ശരിയായിട്ടുള്ള ആൻസർ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു അവയർനെസ് ക്ലാസ് അല്ല, ഒരു ട്രെയിനിങ് മോഡ് അല്ല കേട്ടത്. ട്രെയിനിങ് മോഡ് അല്ല, ഒരു ഇൻഫർമേഷൻ്റെ ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രധാനമായിട്ട് ക്ലാസിഫിക്കേഷൻ 5 കാര്യങ്ങളാണ് വരുന്നത്. നാർക്കോട്ടിക് അനാലിസിസ്, സ്റ്റിമുലൻസ്, ഡിപ്രസൻസ്, കനാബിസ്, ഹാലൂസിനോജൻ. ഇതാണ് പ്രധാനമായിട്ട് 5 വിഭാഗം വരുന്നത്. ഡ്രഗ്സിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള 5 വിഭാഗം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. നാർക്കോട്ടിക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓപ്പിയോയിഡ്സ് എന്ന് പറയും. അതായത് വേദന സംഹാരികൾ. ഇപ്പൊ സ്ത്രീകൾക്ക് സിസേറിയൻ സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ് മോർഫിൻ. അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന മോർഫിൻ ഇഞ്ചക്ഷൻ കേട്ടിട്ടില്ലേ? ഉണ്ട്, വേദനക്ക് വേണ്ടിയിട്ട്. അപ്പൊ നാർക്കോട്ടിക് അനാലിസിസിന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ഓപ്പിയോയിഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്താ? അതൊരു വേദന സംഹാരികളാണ്. അപ്പൊ വേദന ഇല്ലാത്തവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി തീരും? അത് ലഹരി മരുന്നായി മാറും. അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ചെടിയാണ് ഈ പോപ്പി ചെടി എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോർ എന്നുള്ള സ്ഥലത്തേക്കാണ് കൂടുതൽ ഈ പോപ്പിച്ചെടി വളരുന്നത്. ഈ പോപ്പിച്ചെടിയുടെ ആ കായില് മുറിവുകൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നൊരു കറ പുറത്തേക്ക്, വെളുത്ത നിറത്തിലുള്ള ഒരു കറ പുറത്തേക്ക് വരും. അത് അന്തരീക്ഷത്തിൽ ഓക്സിജനുമായി ചേർന്ന് അതിനൊരു തവിട്ട് നിറമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ കറുപ്പ് എന്ന് പറയുന്നത്. ആ ചെടിയിൽ നിന്ന് വരുന്ന ആ കറയാണ് നമ്മൾ കറുപ്പ് എന്ന് പറയുന്നത്. അതാണ് ആ കറുപ്പിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്? മോർഫിൻ ഉണ്ടാക്കുന്നത്. അത് പിന്നെ കുറച്ച് രാസലഹരി എല്ലാം ചേർത്ത് അതിന് കുറച്ചും കൂടി സിന്തസൈസ് ചെയ്തിട്ടാണ് അതിന്റെ ബ്രൗൺ ഷുഗർ അഥവാ ഹെറോയിൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പെത്തഡിൻ, പൊടി, ഇതെല്ലാം ഈ വിഭാഗത്തിലെല്ലാം വരുന്നത് നാർക്കോട്ടിക് അനാലിസിസ്, അതായത് ഓപ്പിയോയിഡ്സ് എന്നുള്ള രീതിയിലാണ് ഇതെല്ലാം വരുന്നത്. അടുത്തത് നോക്കാം, സ്റ്റിമുലൻസ്. സ്റ്റിമുലൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പറയുക? സ്റ്റിമുലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്നത്, അത്തരത്തിലുള്ള ലഹരികളെയാണ് നമ്മൾ സ്റ്റിമുലൻസ് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് വരുന്നതാണ് കൊക്കൈൻ എന്നുള്ളത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊക്കൈൻ എല്ലാവരും കേട്ടിട്ടില്ലേ? കൊക്കൈൻ എല്ലാവരും കേട്ടിട്ടില്ലേ? യെസ്. അത് അരിത്രോസൈലം കൊക്ക എന്ന് പറയുന്ന ഒരു ഹെർബലാണ്, ഒരു ചെടിയിൽ നിന്നാണ് ഈ കൊക്കൈൻ വേർതിരിച്ചെടുക്കുന്നത്. അപ്പൊ അതൊരു ലഹരിയാണ്. അപ്പൊ ഇതെന്താ ചെയ്യുന്നത്? ഇതിന്റെ ഫംഗ്ഷൻ നേരത്തെ നമ്മൾ നാർക്കോട്ടിക് അനാലിസിസ് പറഞ്ഞു, അത് വേദന സംഹാരിയാണ്. ഇപ്പൊ സ്റ്റിമുലൻസ് പറഞ്ഞത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ, കേന്ദ്ര നാഡീവ്യൂഹത്തെ ത്വരിതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉത്തേജിക്കപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതില് ഇതൊരു നാച്ചുറൽ ആണ്. ഇനി വേറെ വരുന്നത് സിന്തറ്റിക് സ്റ്റിമുലൻസ്, അതായത് രാസ ലഹരി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. രാസലഹരി കൃത്രിമമായിട്ട് ലാബോറട്ടറികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ് സിന്തറ്റിക്. അതും എന്താണ്? സ്റ്റിമുലൻസ് ആണ്. അതാണ് പറയുന്നത് ആംഫിറ്റമിൻ, മെറ്റാഫിറ്റമിൻ, MDMA, മീഥൈൽ ഡയോക്സി മെറ്റാഫിറ്റമിൻ. MDMA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഥൈൽ ഡയോക്സി മെറ്റാഫിറ്റമിൻ. അപ്പൊ മീഥൈൽ ഡയോക്സിയുടെ കൂടെ മെറ്റാഫിറ്റമിൻ എന്നുള്ള വേറൊരു സംഭവം കൂടി ചേർക്കുമ്പോഴാണ് അത് ഇത്തരത്തിലുള്ള 1912 വാസ്തവത്തിൽ ഒരു ബ്ലീഡിംഗ് ഒക്കെ നിൽക്കുവാൻ വേണ്ടി ജർമ്മനിയിൽ ഡെവലപ്പ് ചെയ്ത മെഡിസിനാണ് ഈ ഇത് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പല രീതി. അപ്പൊ എന്താണ്? ഒരു സിന്തറ്റിക് രാസലഹരി ഉണ്ടാക്കി അതിൽ വേറെയും ചില തന്മാത്രകളിൽ മോളിക്യൂളുകളൊക്കെ ചേർത്ത് അവർ പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു രൂപമാണ് MDMA എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മള് സ്പോർട്സ് താരങ്ങളൊക്കെ ഇതാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഉത്തേജക മരുന്ന് എന്നൊക്കെ നമ്മൾ കേട്ടത്. ഉത്തേജക മരുന്നടിച്ചു. അപ്പൊ അവരുടെ ഡോപ്പ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ
ഇതിന്റെ അംശങ്ങൾ അവരുടെ ബ്ലഡിൽ കിട്ടുമ്പോൾ അവരെ നമ്മൾ ഡീബാർ ചെയ്യുക. നിങ്ങൾ ഞാൻ പ്രസിദ്ധമായിട്ടുള്ള ഒരു അത്ലറ്റിന്റെ കാര്യം പറയാം. ഫ്ലോറൻസ് ഗ്രിഫ്സ് ജോയ്നർ എന്നുള്ളൊരു അമേരിക്കൻ അത്ലറ്റിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഫ്ലോറൻസ് ഗ്രിഫ്സ് ജോയ്നർ, ഫ്ലോജോ എന്നാണ് അദ്ദേഹത്തിന്റെ സ്ത്രീയുടെ പേര്, ഫ്ലോജോ. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ ഒളിമ്പിക്സിൽ 10.49 സെക്കൻഡിൽ 100 മീറ്റർ സ്പ്രിന്റ് ഓടി എത്തി ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഒരു യുവതിയാണ് ഫ്ലോറൻസ് ഗ്രിഫ്സ് ജോയ്നർ എന്ന് പറയുന്നത്. വളരെ ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ച് 2 കാലില് 2 തരത്തിലുള്ള 2 കളറിലുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്ന ഒരു, ഞാനിപ്പോഴും ഓർക്കുന്നു അതിന്റെ സ്പ്രിന്റ് ഒക്കെ വളരെ രസമായിരുന്നു കാണാനായിട്ട്. ആ ഒരു 80-90 കാലഘട്ടത്തിലേക്ക് ആയിരുന്നു ഓടിയിരുന്നത് അമേരിക്കൻ. അൺഫോർച്ചുനേറ്റ്ലി 41-ാമത്തെ വയസ്സിലാണ് ലോകത്തോട് യാത്ര പറയുന്നത്. ഇത്തരത്തിലുള്ള ഉത്തേജക മരുന്നുകൾ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ബെൻ ജോൺസനെ നിങ്ങൾക്ക് കുറിച്ചറിയാം. ഉത്തേജക മരുന്ന് കാൾ ലൂയിസിനെ തോൽപ്പിച്ചാണ് 1998 സിയോൾ ഒളിമ്പിക്സിൽ 100 മീറ്ററിൽ കാൾ ലൂയിസിനെ തോൽപ്പിച്ചാണ് ബെൻ ജോൺസൺ. പക്ഷെ ടോപ്പ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു, ഉത്തേജക മരുന്ന് അടിച്ചു എന്നുകൊണ്ട് അദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ നഷ്ടപ്പെട്ടു. പിന്നീട് കാൾ ലൂയിസിനാണ് സ്വർണ്ണം. അപ്പൊ നമ്മൾ MDMA കുറിച്ചാണ് പറയുന്നത്. ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ സാർ? യെസ് സർ. ഓക്കെ താങ്ക് യു. അപ്പൊ MDMA എന്ന് പറയുന്നത് നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. ബാഡ്ലി അഫക്റ്റിംഗ് സെറോട്ടോണിൻ, ഡോപ്പമിൻ, സൈക്കോമോട്ടർ റെസ്പോൺസ്, സെക്ഷൽ ബൂസ്റ്റ്, ഇതിനൊക്കെ ഈ പറഞ്ഞ മാതിരി അതിനെ എഫക്ട് ചെയ്യുന്നതാണ്. ബാഡ്ലി എഫക്ട് ഡെന്റൽ ഹെൽത്ത്. ഇവരുടെ ഈ പല്ലുകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് ഇങ്ങനെ പോകും. ഇതൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും. റാപ്പിഡ് മസിൽ മൂവ്മെന്റ് വളരെ വേഗത്തിലുള്ള മസിൽ മൂവ്മെന്റ് ആണ്. മോട്ടോർ ആക്ടിവിറ്റീസ് വളരെ സ്പീഡായിട്ട്. അതുപോലെ തന്നെ ഇവർക്ക് അറിയാം, നമുക്ക് ലവ്, എംപതി, സ്പിരിച്വലി, കളർ, ടച്ച്, ഇതൊക്കെ ഭയങ്കര എംപത്തറ്റിക് ആയിരിക്കും, വളരെ സ്നേഹമായിരിക്കും സാധനങ്ങളൊക്കെ അടിച്ച് അവരുടെ ആദ്യത്തെ ആ ഒരു മണിക്കൂറിനുള്ളിൽ അല്ല ഓരോ സ്റ്റഫും ഇത്ര സമയം നീണ്ടു നിൽക്കും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ആ ഇത്ര സമയം ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂറോ ചിലപ്പോൾ നീണ്ടു വെച്ചാൽ 2 മണിക്കൂറായിരിക്കും. അങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ ആ അവസ്ഥയിൽ അവർ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥയിലാവും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ. അതായത് ഒരു താല്പര്യവും ഇല്ലാതെ, ഒന്നിനും ഒരു ഉന്മേഷവും ഇല്ലാതെ, ഒന്നും ചെയ്യാൻ സാധിക്കാതെ, ഒന്നും പറയാൻ സാധിക്കാതെ, ഒരു നനഞ്ഞ പഴുന്തുണിയായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ചുറ്റും അതിന്റെ ആഫ്റ്റർ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവരെന്ത് ചെയ്യും? വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഉപയോഗിക്കും. അതാണ് അഡിക്ഷൻ്റെ ഒരു പ്രധാനം വരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറുവാനായിട്ട് വീണ്ടും കണ്ടിട്ടുണ്ടായിരിക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു ഇടുക്കിയിലോ മറ്റൊരു പെൺകുട്ടി അലറി വിളിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു വിഷ്വലൊക്കെ കണ്ടിട്ടില്ലേ? ഒരു പെൺകുട്ടി കുറെ മുമ്പേ കണ്ടിട്ടുണ്ട്. യെസ്. അതെന്തുകൊണ്ടാണത്? അത് അവർക്ക് ആ മൂവ്മെന്റിൽ അത് കിട്ടാതെ വരുമ്പോഴും അവരുടെ ആ ഫ്രസ്ട്രേഷനാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവർക്ക് അത് കിട്ടിയേ തീരുമില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത് 8 മണിക്കൂർ, ചിലവർക്ക് 10 മണിക്കൂർ അങ്ങനെയൊക്കെ നിലനിൽക്കും ഓരോ കാര്യങ്ങളും. അടുത്ത കാറ്റഗറിയാണ് നമ്മൾ ഡിപ്രസന്റ് എന്ന് പറയുന്നത്. ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ താഴ്ത്തി കൊണ്ടുവരും, അല്ലെ? സ്റ്റിമുലന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡിപ്രസന്റ് എന്ന് പറയുമ്പോൾ സെൻട്രൽ നെർവ് സിസ്റ്റത്തെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കും, നമ്മളെ തളർത്തും. അതിന് ഏറ്റവും പ്രധാന കാര്യമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ആൽക്കഹോൾ ഒരു മദ്യം. ഈ മദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് സ്റ്റിമുലന്റ് ഒരിക്കലും മദ്യത്തെ നമ്മൾ കുടിക്കുമ്പോൾ എന്താ കിട്ടുക? ആദ്യത്തെ ഒരു ഡ്രിങ്ക് നമ്മൾ മദ്യം കഴിക്കുമ്പോൾ ആദ്യം നമുക്കൊരു യുഫോറിക് മൂവ്മെന്റ്, ഒരു താളാത്മകത നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്യുമായിരിക്കും? ഒരു ഡ്രിങ്ക് കൂടി കഴിച്ചാൽ വീണ്ടും ഇത് കിട്ടും എന്ന് ആലോചിച്ചിട്ടാണ് അവർ വീണ്ടും ഇതിലേക്ക് വരുന്നത്. അപ്പൊ എന്താ ചെയ്യുക? പക്ഷെ നമ്മുടെ ശരീരത്തെ ഇത് തളർത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തളർത്തി ഒരു ഡ്രിങ്ക് എന്നുള്ള 2 ഡ്രിങ്കായി, 3 ഡ്രിങ്കായി, 4 ഡ്രിങ്കായി, 5, 6 ആകുമ്പോൾ അവസാനം എന്താവും അവരുടെ അവസ്ഥ? ഈ മദ്യപാനികളുടെ അവസ്ഥ കുടിയന്മാരായിട്ട് അവർക്ക് പാമ്പ് എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ എത്തും, അല്ലെ? താമര പാമ്പ് എന്നുള്ള പേര് വരും അവർക്ക്. അതെ, താമര പാമ്പ് എന്നൊക്കെ വരും. പക്ഷെ അവര് വീണ്ടും എനിക്കൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ അവർക്ക് സാധിക്കില്ല. അപ്പൊ നമ്മളെ തളർത്തി കൊണ്ടുവരുന്ന ഒരു ഉത്തേജക മരുന്നാണ് മദ്യം, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഡിപ്രസന്റ് വിഭാഗത്തിൽ. അടുത്തത് സെഡേറ്റീവ്സിന്റെ ഡയസിപ്പം, ക്ലോണാസിപ്പം, ബാർബിട്രേറ്റ്, ഫിനോബാർബിട്രേറ്റ്, ഇതൊക്കെ നമ്മൾ സാധാരണ നിങ്ങൾ ഉറക്കത്തിന് വേണ്ടി കഴിക്കുന്ന ടാബ്ലറ്റുകളാണ്, അല്ലെ? കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും ഡയസിപ്പം ഒക്കെ?
ഇപ്പൊ നമ്മൾ ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഇതൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പൊ പല കുട്ടികളും ഇതൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ വാങ്ങി പിന്നെ അത് വളരെ സ്ട്രിക്റ്റ് ആക്കി ഗവൺമെന്റ് റൂളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കി കേസും മറ്റു കാര്യങ്ങളൊക്കെ വരും. കാരണം ഇത്തരം ഇത് മദ്യത്തിന്റെ കൂടെ കഴിക്കാൻ സാറേ ഏത് ജില്ല എന്നറിയില്ല, ഈയിടെ ഒരു കുട്ടി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അങ്ങനെ മരുന്ന് കൊടുക്കാത്തോണ്ട് ഭയങ്കര പ്രശ്നമാക്കിയിട്ട് അവരുടെ ഉപകരണങ്ങളെല്ലാം നശിപ്പിച്ചു സാറേ. അതെ അതെ അങ്ങനെ ഉണ്ടായി. കാരണം ഇത് രണ്ടും കൂടി ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഒരു സാധാരണ ഇപ്പൊ ഒരു നമ്മള് ഡോപ്പമിൻ അല്ലെ ഒരു ഡോപ്പമിൻ ഷൂട്ട് ഇപ്പൊ മദ്യം കഴിക്കുമ്പോൾ ഒരു ഡോപ്പമിൻ ഒരു 50 യൂണിറ്റ് ആണ് ഡോപ്പമിൻ നമ്മളുടെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെഡേറ്റീവ്സും കൂടി ഉപയോഗിച്ച് ഇതിൽ കലർത്തി അവർ കഴിക്കുമ്പോൾ അത് 200 500 ഒക്കെ ആയിട്ട് മാറും. അപ്പൊ പലതരത്തിലുള്ളൊരു ഇതാണ് അവർക്ക്. അടുത്ത ഡേറ്റ് റേപ്പ് ഡ്രഗ്സ്, അതായത് റോഹിനിപോൾ, ഫോർഗെറ്റ് മി പിൽസ്, GHB ഗാമ ഹൈഡ്രോക്സി കീറ്റാമിൻ, ഇതൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിലാണ്. അതായത് ഞാനൊരു സംഭവം ഓർമ്മിക്കുന്നു. ഒരു 2 വർഷം മുമ്പാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന കേരള എക്സ്പ്രസിൽ ഒരു ഫാമിലി വരുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ്, വൈഫ്, മക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ വേറെ ഏതോ ഒരു സ്റ്റേഷനിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഇവരുടെ കൂടെ കയറി. ഇവര് ട്രിവാൻഡ്രത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അവസാനം ഇവരതിന്റെ ഇടയിൽ എവിടെയോ ഇറങ്ങിപ്പോയി. അവസാനം ഒരു ട്രിവാൻഡ്രത്ത് എത്തിയിട്ട് അവനെ റിസീവ് ചെയ്യാനായിട്ട് ആള് വന്നിട്ട് ഇവര് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പൊ നോക്കിയപ്പോ ഇവര് ബോധരഹിതരായിട്ട് അവര് ട്രെയിനിൽ കിടക്കുകയാണ്. അവരുടെ എല്ലാം അവര് ആ 2 ചെറുപ്പക്കാരെ യൂസ് ചെയ്തു. അവരുടെ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള എല്ലാം യൂസ് ചെയ്തു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് റൈപ്പ് ഡ്രഗ്സ് എന്നുള്ളത് ഇതിന് നിറമില്ല, മണമില്ല, രുചി. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ നമ്മളിപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യണം, നമ്മുടെ ഓപ്പോസിറ്റ് 2 പേര് ഇരിക്കും. അപ്പൊ നമ്മളൊരു വാട്ടർ ബോട്ടിൽ മേടിച്ച് നമ്മളത് കുടിച്ച് കുറച്ച് അതിൽ ബാക്കി ഇരിക്കുന്നുണ്ട്, നമ്മളവിടെ വെച്ചു. എല്ലാം ഒരു സമയത്ത് കുടിക്കില്ല. അപ്പൊ നമ്മൾ വല്ല ടോയ്ലറ്റിലങ്ങ് പോണ സമയത്ത് ഇവരാരെങ്കിലും അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു റോഹിനിപോൾ എന്ന് പറയുന്ന ഫോർഗെറ്റ് മി പിൽസ് ഒരു പില്ല് അതിലിട്ടാൽ മതി. അപ്പൊ എന്തുണ്ടാവില്ല, അതിന് നിറയില്ല, രുചിയില്ല, മണമില്ല, ഒന്നും സംഭവിക്കില്ല. ആ വെള്ളം അതിൽ തന്നെ. ഇത് ഇവരെടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവര് ബോധരഹിതരാകും. 6 മണിക്കൂർ നേരത്തേക്ക് പിന്നെ ഒരു കാര്യം ഓർമ്മില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് കഴിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ വരെ ഇവർക്ക് അവരുടെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകും, അവരുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല. അപ്പൊ സ്ത്രീകളെയൊക്കെ പ്രധാനമായിട്ട് പെൺകുട്ടികളെല്ലാം പലരും ഇതുപോലെ തന്നെ പ്രലോഭിച്ച് പല സ്ഥലങ്ങളിൽ ഇപ്പൊ കാമുകന്മാരോ അല്ലെങ്കിൽ പ്രണയം നടിച്ച് ചിലവരൊക്കെ പല സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഒരു സാധനം ഇത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഇതൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് സോഫ്റ്റ് ഡ്രിങ്ക് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ നമ്മുടെ ശ്രദ്ധ എവിടേക്കോ തിരിച്ചു വിട്ടിട്ട് നമ്മുടെ ഈ കൈകളൊന്ന് ആ സോഫ്റ്റ് ഡ്രിങ്കിലൊന്ന് മുക്കിയാൽ മതി, അതിലൊന്ന് തൊട്ടാൽ മതി. നമ്മുടെ ഈ നഖത്തിന്റെ ഇടയിലും ഈ ഒരു മരുന്ന് വെച്ചിട്ട് വെറും കൈ ഒന്ന് അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അത്രയും ചെറിയ സ്മോൾ ക്വാണ്ടിറ്റി മതി അത് അവർക്ക് എഫക്ട് ചെയ്യാനായിട്ട്. അവരത് കുടിക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പിന്നെ ഒരു 6 മണിക്കൂർ നേരത്തേക്ക് ഒരു ബോധം ഉണ്ടാവില്ല. എന്നെ ആരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നുള്ള ഇതിന് മുൻപ് സംഭവിച്ച കാര്യം ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ ഡേറ്റ് റേപ്പ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു. പിന്നെ അടുത്ത് വരുന്നതാണ് കനാബിസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ സുലഭമായിട്ട് കിട്ടുന്നതാണ് കനാബിസ്. കനാബിസ് എന്താണ്? കഞ്ചാവ്. യെസ്, കഞ്ചാവ്. ഇപ്പൊ ഈ കഞ്ചാവിനൊക്കെ ഇടുക്കി ഗോൾഡ് എന്നുള്ളൊരു സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതൊക്കെ ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ്. അപ്പൊ ഈ കനാബിസ് എന്ന് പറയുന്നത് 2 തരത്തിലും പെടില്ല. അത് സ്റ്റിമുലന്റും അല്ല, ഇതർ നോട്ട് സ്റ്റിമുലന്റ്, അതുപോലെ തന്നെ അത് ഡിപ്രസന്റും അല്ല. കാരണം ഈ കനാബിസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും വളരെ വ്യത്യസ്തമായിട്ടാണ്. എല്ലാവരിലും ഒരുപോലെയല്ല അതിന്റെ എഫക്റ്റ് വരുന്നത്. ഒരു വ്യക്തി ഉപയോഗിക്കുന്ന ആ ഒരു എഫക്റ്റ് ആയിരിക്കില്ല മറ്റൊരു, എല്ലാ വ്യക്തികളിലും വ്യത്യസ്തം. അതുകൊണ്ടാണ് ഇതിനെ ആ ഒരു വിഭാഗം. ഇതിന്റെ പ്രധാന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഭാഗവും ലഹരിയാണ്. അതുകൊണ്ടാണ് കനാബിസ് ഒക്കെ നമ്മുടെ വീട്ടിൽ വളർത്തിയ നമ്മളെ പിടിച്ചു പോകുന്നത്. മാരിജുവാന എന്ന് പറയണമെങ്കിൽ അതിന്റെ ചെടി ഇലയും തണ്ടും പൊടിച്ചു എന്നാണ് മാരിജുവാന. അതിന്റെ ചരസ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയുടെ ആ മധ്യത്തിൽ കാണുന്ന പൂമ്പൊടി, ആ പൂമ്പൊടി പൊടിക്കുന്നതാണ് അതിന്റെ ചരസ് എന്ന് പറയുന്നത്. ചരസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? മാരിജുവാന ചരസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ?
കഞ്ചാവിന്റെ ഓരോ നാമങ്ങളാണ്. ഹാഷിഷ് ഓയിൽ എന്ന് വെച്ചാൽ കഞ്ചാവിന്റെ ചെടിക്ക് ഒരു കായ ഉണ്ടായിരിക്കും. ഈ കായ ആട്ടിയെടുക്കുന്ന ഒരു ഓയിലാണ് ഹാഷിഷ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അവസാനം കിട്ടുന്നതാണ് ബാങ് എന്ന് പറയുന്നത്. ബാങ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ചണ്ടിയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതിൽ ആരെങ്കിലും നോർത്ത് ഇന്ത്യയിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെയൊക്കെ ഈ ബാങ് കിട്ടും. ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഫ്ലോറിൽ? സാറേ, നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലെ കുട്ടികൾ ധാരാളം ഉപയോഗിക്കും. പക്ഷെ അവർക്കൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അവർ നല്ല നല്ല ബ്രില്യന്റ് ആയിരിക്കും കുട്ടികൾ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടാണ് ഞങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്നത്. നമ്മളെ മലയാളി കുട്ടികൾ അത് ഉപയോഗിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് കേസ് ഡൽഹി ബീഹാറീസ് ബംഗാളീസ്. അപ്പൊ അതിന്റെ അവസാനം കിട്ടുന്ന ഒരു ചണ്ടി രൂപത്തിലാണ്. ആ ഒരു സ്വീറ്റ്സിലൊക്കെ അതുപോലെ തന്നെ ഈ പലതരത്തിലുള്ള എന്താ പറയാ നമ്മള് മുറുക്കാനൊക്കെ ഇട്ടില്ല, അതിലൊക്കെ ഇത് ഉപയോഗിക്കും. ഈ ബാങ് എന്ന് പറയുന്ന സംഭവങ്ങൾ അത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് കനാബിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൽക്കനോയിഡ്, ഈ കനാബിസ് എല്ലാ കാര്യത്തിലും ഒരു ആൽക്കനോൾ ഉണ്ടായിരിക്കില്ല. അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ആൽക്കനോയിഡ് ഇപ്പൊ പുകയില എന്ന് പറഞ്ഞെങ്കിൽ പുകയിലയുടെ ആൽക്കനോയിഡ് എന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ ആണ്. മദ്യത്തിലെ ആൽക്കനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്തനോൾ ആണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ആൽക്കനോയിഡ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ആൽക്കനോയിഡ് ആണ് THC എന്ന് പറയുന്നത്. അപ്പൊ ഈ ആൽക്കനോയിഡ് ഒക്കെ വേർതിരിച്ചെടുത്തിട്ട് പല സിന്തറ്റിക് ഡ്രഗ്സുകളും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് വ്യാപകമായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുന്നത്, ഇത് ഹെർബൽ ആയതുകൊണ്ട് ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെ ഇതിന്റെ ഉപയോഗിക്കുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നു. അതൊന്നും ശരിയല്ല. ഇത് നമ്മളവിടെ ലീഗലൈസ്ഡ് അല്ല. എന്നാൽ ചില വിദേശ രാജ്യങ്ങളിൽ, ഇപ്പൊ കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഇത് ലീഗലൈസ്ഡ് ആണ് കഞ്ചാവ് എന്നുള്ളത് ഉപയോഗിക്കാനായിട്ട്. ചില മരുന്നുകൾക്കും അതുപോലെ തന്നെ ഒക്കെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ 1980 തുടങ്ങിയ അമേരിക്കയിലൊക്കെ കണ്ടുവരുന്ന ഒരു ഹിപ്പി സംസ്കാരം ഉണ്ടായി. ഓർക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ? ഒരു ഹിപ്പി സംസ്കാരം 1980 കാലത്തൊക്കെ അമേരിക്കയിൽ ആൾക്കാരൊക്കെ മുടി നീട്ടി വളർത്തി കഞ്ചാവ് വലിച്ചത്. ആ സമയത്താണ് നമ്മുടെ ഓക്കെ. അപ്പൊ അവരുടെയാണ് ബെൽ ബോട്ടം. അത് തന്നെ അത് ഞാൻ പറയാൻ പോയതാ. ബെൽ ബോട്ടം. അപ്പൊ അവര് പ്രധാനമായിട്ടും ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ട് ഈ കഞ്ചാവ്. അപ്പൊ ഇടുക്കിയിലുള്ള നീലച്ചട എന്ന് പറയുന്ന ഏറ്റവും ഗുണമുള്ള കഞ്ചാവുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പിന്നെ അത് ഇവിടെ ബാൻ ചെയ്തത്. അപ്പൊ ഇതാണ് അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം, ഹാലൂസിനോജൻസ്. ഇതിന്റെ ചിത്രം തന്നെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു പിക്ചർ തന്നെ കാണുമ്പോ ഹാലൂസിനോജൻസ് എന്താണ്? സ്റ്റാമ്പ്. സ്റ്റാമ്പ്. അതായത് LSD ആണ് ഈ സ്റ്റാമ്പ്. ഹാലൂസിനേഷൻസ് നമ്മളെ വിഭ്രമിക്കുക എന്നൊക്കെ ഇല്ലേ, ഭ്രമകം എന്നൊക്കെ പറയുന്നത്, നമ്മളെ വിഭ്രമിക്കുക. ആ ചിത്രം തന്നെ നോക്കൂ അല്ലെ. അതായത് ഈ ഒരു സ്റ്റാമ്പ്, ഈ ഒരു ചെറിയ സ്റ്റാമ്പ് നമ്മുടെ നാവിൽ തൊടുമ്പോൾ LSD ലൈസർജിക് ആസിഡ് ഈ ഇതിൽ അമൈഡ്, ഇതൊരു ചെറിയ പോർഷൻ നമ്മുടെ നാവിൽ തൊടുമ്പോൾ വിത്തിൻ 72 സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ബ്രെയിനെടുത്ത് മലർത്തിയടിക്കും. അത്ര പെട്ടെന്ന് അതിന്റെ ആക്ഷൻ ഉണ്ടായി, മലർത്തിയടിക്കും. വേറൊരു സ്യൂഡോ ബ്രെയിൻ ആണ് അല്ലെ. നമ്മുടെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിനിനെ ഇതൊക്കെ കൊടുത്തിട്ട് ഒരു സ്യൂഡോ ബ്രെയിൻ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ വേറെ വരുന്ന ഒരു സംഭവമാണ് മാജിക് മഷ്റൂം. ചില തരത്തിലുള്ള കൂണുകൾ, ലഹരിയുള്ള കൂണുകൾ, അതുപോലെ തന്നെ മെസ്കാലിൻ, ഫെൻസിസിലിഡെ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഈ ഹാലൂസിനോജൻസിൽ ഈ LSD ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ നമ്മുടെ ഇവിടെ പണ്ട് ഒരു ഗോവിന്ദസ്വാമി ട്രെയിനിൽ നിന്ന് ഒരു സൗമ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ തള്ളിയിട്ട് കല്യാണം നിശ്ചയിക്കാൻ വേണ്ടിട്ട് കാണാം, ചെറുക്കൻ വരുന്ന പറഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടി. അതെ. ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ആ പെൺകുട്ടി റെയിൽ പാളത്തിൽ തലയടിച്ച് വീണ് രക്തത്തിൽ വാർന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ ഒരു കാമാസക്തിയൊക്കെ തോന്നണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ അല്ലെങ്കിൽ സ്റ്റഫുകൾ, ലഹരി മരുന്നുകൾ അടിച്ച ആളുകൾക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. നോർമൽ ഒരാൾക്കും സാധിക്കും. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ മുൻപിൽ വരുന്ന ആള് നമ്മുടെ അമ്മയാണോ സഹോദരിയാണോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ഇതിന്റെ ഏറ്റവും ഒരു പ്രധാന കാര്യം ഇതാണ്, നമ്മുടെ മുൻപിലുള്ള ഒരു ഓപ്പോസിറ്റ് സെക്സ്, ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഒരു പുരുഷനാണെന്നുണ്ടെങ്കിൽ യെസ് അതൊരു ഓപ്പോസിറ്റ് സെക്സ് ആണ് എന്ന് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. മറ്റൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിയും. അമ്മയെയും സഹോദരിയെയും അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ.
ഈ സാധനം, ഈ ഹാലുസിനോജൻ പോലെയുള്ള. അപ്പൊ അവർക്ക് ഹാലുസിനോജൻ കഴിയുമ്പോൾ അവരുടെ ആ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കും, അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ കാണും, കേൾക്കും. എന്നെ ആരെങ്കിലും കൊല്ലാൻ വരുന്നു എന്നൊക്കെ പറയും, ചെവിട്ടില് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കില്ലേ നമ്മൾ. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കാണും. അങ്ങനത്തെ ഒരു എഫക്റ്റ് ആണ് ഇത് പ്രധാനമായിട്ട്. അതിന്റെ സീഡ് എർഗോട്ട് ഫംഗസ്, സ്ട്രീറ്റ് നെയിം അതിന് പലതരത്തിൽ വരും. ആസിഡ് പോൾട്ടർ, ട്രിപ്പ്, ഡോട്ട്സ്, മെല്ലോ യെല്ലോ, ഇൻഡോപൈൻ, പർപ്പിൾ ഡ്രാഗൺ എന്നൊക്കെ പലതരത്തിലുള്ള പേരുകളുണ്ട്. ടെറിബിൾ തോട്ട്സ് ആണ്, മെനി ഇമോഷൻസ് അറ്റ് വൺസ്. പലതരത്തിലുള്ള വികാരങ്ങൾ ഒരേ സമയം നമ്മളിൽ വരും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ സെൻസസ് ഡിസ്റ്റോർട്ടഡ്, ഷേപ്സ്, അതുപോലെ തന്നെ ആ ഷേപ്പ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന്റെ സൈസ് മനസ്സിലാക്കാൻ, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഷേപ്പ്, സൈസ്, ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ മുൻപിൽ ഒരാൾ വന്ന അയാൾ ആരാണെന്നുള്ള കാര്യം വരെ നമുക്ക് വേരിയം ഫോംസ്. അത് പ്ലോട്ടർ പേപ്പറിലിട്ട് വലിക്കുന്നു, ടാബ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ക്യാപ്സൂള് അല്ലെങ്കിൽ ലിക്വിഡ് ഓൺ ഷുഗർ ക്യൂബ്സ് പോലെയുള്ള ായിട്ട് ഉപയോഗിക്കുന്നു, പ്യുവർ ലിക്വിഡ് ഫോമിൽ വരെ ഇത് ഉപയോഗിക്കുന്നു. അതാണ് അപ്പൊ LSD എന്ന് പറയുന്നത്. ഇതിപ്പോ വേറെ കുറെ ഉണ്ട്, ഞാനിപ്പോ ഒന്നും എടുക്കുന്നില്ല. അതിന് പ്രധാനമായിട്ട് കാണുന്നത് സിംറ്റംസ് ഓഫ് യൂസിങ് ഡ്രഗ്സ്. നമ്മൾ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർ പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അവരുടെ കാണുന്ന പ്രധാന സിംറ്റംസ് എന്ന് നമുക്ക് ഡീവിയേറ്റ് ദ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്. ഇപ്പൊ നിലവിലുള്ള ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി അവർ വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ്. ഇപ്പൊ 16 വയസ്സുള്ള ഒരു കുട്ടി അവൻ ഒരു 40 വയസ്സായിട്ടുള്ള ആളുകളായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പം, ഞാൻ 40 ഹൈപ്പോത്തിക്കലായിട്ട് പറഞ്ഞു മാത്രം, റെസ്പെക്റ്റീവ് അവന്റെ ഏജ് ഗ്രൂപ്പ് അല്ലാത്ത വേറെ ആൾക്കാരുകളായിട്ട് അവൻ ബന്ധപ്പെടുന്നുണ്ടോ, ഇപ്പൊ നിലവിലുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ വിട്ട് വേറെ ഏതെങ്കിലും പുതിയതായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് തേടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ വീട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഉണ്ടായിട്ടല്ല പറയുന്നത്, പക്ഷെ ഇങ്ങനെ എക്സിസ്റ്റിംഗ് റിലേഷനിൽ നിന്ന് മാറി മറ്റുള്ള റിലേഷനുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സിറ്റിംഗ് ഇൻ എ ലോക്ക്ഡ് റൂം, ഇവരെപ്പോഴും മുറിയിൽ തനിയെ ഇരിക്കാനായിട്ടും ആഗ്രഹിക്കുക. ഒരു സോഷ്യലൈസേഷൻ അവർക്ക് ഉണ്ടാവില്ല. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകലൊക്കെ വളരെ കുറയും. അതുപോലെ തന്നെ ഗെറ്റ് ആംഗ്രി ഇൻസ്റ്റൻറ്റ്ലി, നമ്മൾ എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ദേഷ്യം വരും, ഒരു മൂഡ് സ്വിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ പെട്ടെന്ന് തരത്തിലുള്ള ദേഷ്യം വരുന്ന തരത്തിലായിരിക്കും. അതുപോലെ തന്നെ ഫ്രീക്വന്റ് കളർ ചേഞ്ചസ് ഇൻ ദയർ ഐസ്, അവരുടെ കണ്ണുകളിലൊക്കെ വളരെ കളർ ചേഞ്ചസ് ഉണ്ടാവും, ചുവപ്പ് നിറം വരും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മഹാവില്ലന്മാരാണ്. അവരെന്ത് ചെയ്യും, ഈ ചുവപ്പ് നിറം മാറി പോവാനായിട്ട് അവരെന്ത് ചെയ്യും, അവര് ഐ ഡ്രോപ്സ് ഒക്കെ കയ്യിൽ കൊണ്ട് നടക്കത്തില്ല. അപ്പൊ ഐ ഡ്രോപ്സ് ഒക്കെ കൊണ്ടു നടക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണം. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഫുഡ്, അവർക്ക് ഭക്ഷണത്തിൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. ബാഡ്ലി അഫക്റ്റിംഗ് സ്റ്റഡീസ്, പഠനം നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് പഠനത്തിന്റെ പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാഡ് സ്മെല്ലിൻ ബോഡി, ശരീരത്തിൽ ദുർഗന്ധമായിട്ടുള്ള അതുപോലെയുള്ള സ്മെല്ലുകൾ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പൊ ചില കുട്ടികളപ്പോ ഈ പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, പെർഫ്യൂം ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കുട്ടി പെർഫ്യൂം സാധാരണ അവൻ പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാരണം, അത് നമ്മൾ നോക്കണം. ആസ്ക് മണി, മോർ മണി ദാൻ നീഡ്, ആവശ്യത്തിൽ കൂടുതൽ പണം ചോദിക്കുന്നുണ്ടോ. ഈ സ്റ്റഫിന് ആദ്യമൊക്കെ അവർ കുട്ടികൾക്ക് പല രീതിയിലും അവർ പ്രലോഭിച്ചു കൊടുക്കും. ആദ്യമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, അവനതിലേക്ക് ആ ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരും. പിന്നീട് അവൻ ഉപയോഗിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം, അതിന് പൈസ കൊടുക്കേണ്ടി വരും, വലിയൊരു പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ പൈസ അവൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കും. വെൻ മണി ഈസ് ഫ്രീക്വന്റ്ലി സ്റ്റോളൻ ഫ്രം ഹോം, വീട്ടിൽ നിന്ന് പൈസ ഇടയ്ക്കിടയ്ക്ക് കാണാതാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ കുറച്ച് പൈസ അവൻ കാണുന്ന സ്ഥലത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുക, വാട്ട് ഈസ് ഹാപ്പനിങ്, അവൻ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കാണാത്ത സമയത്ത് അവൻ ആ പൈസ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. എപ്പോഴും നമ്മുടെ ഒബ്സർവേഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവന്റെ ബാഗിൽ നിന്ന് നമ്മൾ എപ്പോഴും റാൻഡം ചെക്ക് ചെയ്യുക, എല്ലാ സമയത്തും ഇല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അവന്റെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ്, അവന്റെ റൂമിൽ ചിലപ്പോൾ എല്ലാ സമയത്തും നമ്മളെ കടത്തിയെന്ന് വരില്ല, അവനില്ലാത്ത സമയത്തൊക്കെ നമ്മളൊന്ന് റൂം ചെക്ക് ചെയ്യുക. അതിൽ ATM കാർഡ്, ഉപയോഗിച്ച ATM കാർഡുകൾ, അതുപോലെ തന്നെ സാച്ച്, അതുപോലെ തന്നെ കറൻസി. ഇപ്പൊ നോട്ടുകളൊക്കെ, കറൻസി നോട്ടുകൾ ചുരുട്ടി ഇങ്ങനെ കറൻസി നോട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവര് വേറെ ഒരു രീതിയിൽ സ്റ്റഫ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇവർ ഉപയോഗിക്കണമെന്നില്ല, എങ്കിലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് ഐ, ഒരു മൂന്നാമതൊരു കണ്ണ് അവരുടെ മേലെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഡ്രഗ് ഉപയോഗിക്കാനായിട്ട് പലരും പല റീസണുകൾ പറയും. ഫാമിലി പ്രോബ്ലം തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലെ, പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നം, വീടുകളിൽ പാരന്റ്സ്, അതുപോലെ തന്നെ കുട്ടികൾ, സിബ്ലിങ്സ്, ഇവരൊക്കെ തമ്മിലുള്ള ഫാമിലി പ്രോബ്ലം ആണ് 15% ഇതിന്റെ റീസൺ ആയിട്ട് പ്രധാനമായിട്ട് വരും. ബിഗിൻസ് വിത്ത് എക്സൈറ്റ്മെന്റ് ആൻഡ് ലീഡ്സ് ടു അണ്ടർസ്റ്റാൻഡിംഗ്. ആദ്യം ഒരു രസത്തിന് വേണ്ടി തുടക്കം അല്ലെ, ഈ പിയർ പ്രഷറിന്റെ പ്രഷർ താങ്ങാൻ പറ്റാതെ ചിലർ കളിയാക്കും, എന്തുവാടാ നീയൊക്കെ ഒരാണോ. അപ്പൊ നമ്മുടെ ഈ ആണത്വത്തൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ചിലവർ അതിൽ ഇമോഷണൽ ആയിട്ട് അതിൽ ഇതും. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രാവശ്യം കഴിക്കും. പക്ഷെ ഈ മറ്റുള്ള ലഹരി എല്ലാം ഒരു പ്രാവശ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അഡിക്ഷൻ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. തരത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ രാത്രി ലഹരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെയിലിയർ, എക്സാമിന്, ലവ് അഫെയർ, അതുപോലെ തന്നെ ബിസിനസ്സിൽ തകർന്നു. അപ്പൊ ഇതിനൊക്കെ കരകയറാൻ, ഓവർകം ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ലഹരിയിലേക്ക്. അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ് വരുക, ടു എസ്കേപ്പ് ഫ്രം പെയിൻഫുൾ മെമ്മറീസ് അല്ലെ, പണ്ടെങ്ങോ നടന്നുപോയ ആ വേദനാജനകമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് കരകയറുവാനായിട്ട് അവര് ഡ്രഗ്സിലേക്ക് പോകും. പിന്നെ സഫറിങ് ഫ്രം പെയിൻ ഫ്രം ആക്സിഡന്റ് ഒക്കെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേദന സംഹാരികളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ആക്സിഡന്റുകളൊക്കെ പറ്റി സ്ഥിരമായിട്ട് കിടക്കുന്ന ആളുകൾ ചിലപ്പോൾ ആ വേദനകളിൽ നിന്ന് മോചിക്കാൻ വേണ്ടിയിട്ട് അവര് സ്റ്റഫ് ഉപയോഗിക്കും അല്ലെ. ടു വിൻ കോമ്പറ്റീഷൻ, ചിലർക്കും പലർക്കും ഒരു കോമ്പറ്റീഷനിൽ പോയി പങ്കെടുക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല അല്ലെ. ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ കാര്യങ്ങൾ പറയുവാനും അവതരിപ്പിക്കാനും പബ്ലിക് സ്പീക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കോൺഫിഡൻസ് കിട്ടുവാൻ വേണ്ടിയിട്ട് പലരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്ന അപകർഷതാബോധം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അപകർഷതാബോധമുള്ള ആളുകൾ പറഞ്ഞ ഒരു രീതിയിൽ പോകും. ടു ഗെറ്റ് റിഡ് ഓഫ് ബോറിംഗ് അല്ലെ, ലൈഫിൽ ബോറിംഗ് ആയിട്ടുള്ള ആളുകൾ. ആരെയും ബോറിംഗ് ആയിട്ടുള്ള ആൾക്കാർ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ബോറിംഗ് ആയിട്ടുള്ള ആളുകൾ? കണക്ടിവിറ്റി ഇല്ലാതെ പോകുന്നത്, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത്. യെസ് യെസ് ഓഫ് കോഴ്സ്. ഒന്നിനും താല്പര്യമില്ലാത്തവര്. ഓക്കെ, യെസ് യെസ്, അത് തന്നെ, ലക്ഷ്യമില്ലാത്തത്. ഞാൻ ആരായി തീരണം, ഞാൻ എവിടെ എത്തണം, എന്റെ ലൈഫ് പർപ്പസ് എന്താണ്, ഇതൊന്നും കണ്ടുപിടിക്കാത്ത ആളുകൾ അല്ലെ. അവർക്ക് എന്താണ്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചത്, എന്റെ ജന്മോദ്ദേശം എന്താണ്, എന്റെ ലൈഫ് പർപ്പസ് എന്താണ്, അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്ക് ലക്ഷ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ലൈഫ് ബോറിംഗ്, തിന്നുക, കുടിക്കുക, ആർമാദിക്കുക, ആഹ്ലാദിക്കുക, ഇതൊക്കെ തന്നെയാ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇമിറ്റേറ്റിംഗ് സെലിബ്രിറ്റീസ്, അതൊരു വലിയൊരു ഘടകമാണ് അല്ലെ. മാധ്യമങ്ങളിലും അതുപോലെ ടിവിയിലും ഒക്കെ വരുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ സെലിബ്രിറ്റികൾ ഇത് സ്റ്റഫുകൾ ഉപയോഗിക്കുന്നതിന്റെ പല സിനിമയിലും കാണുന്നു. ഇപ്പൊ മദ്യപാനമായാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള രാസലഹരി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ അവരെ ഇമിറ്റേറ്റ് ചെയ്യുക, അതായത് അഡോൾസൻസിലുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അതൊരു 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവരെപ്പോഴും അവർക്ക് ഒരു ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായി അല്ലെ. കുട്ടികളൊക്കെ എന്ന് പറയുമ്പോൾ വീട്ടില് നമ്മൾ വീട്ടിലിപ്പോ മദ്യപിച്ച് അച്ഛൻ വന്ന് അമ്മയെ മുടിക്ക് കുത്തി പിടിച്ചിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ സ്കൂളിലെ ഏതെങ്കിലും മറ്റേ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ദുർബലമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവനെ ഇതേ രീതിയിൽ അവർ നോക്കും, ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതൊക്കെ ഒരു കാര്യമാണ്. അവരാദ്യം ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യും, ഇമിറ്റേറ്റ് ചെയ്യും, പിന്നെ ആ തന്മയീഭാവം അതേ രൂപത്തിലാവാനായിട്ടൊക്കെ അവർ ശ്രമിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഡ്രഗ് റീസൺ എന്ന് നമുക്ക് പറയുന്നത്. വീഡിയോസ് കുറെ ഉണ്ട്, ഞാനിപ്പോ അതൊന്നും പ്ലേ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ്, ഫിസിക്കലായിട്ടുള്ള എന്തൊക്കെ കോൺസിക്വൻസസ് ആണ്, ബ്രെയിനിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? ഞാൻ ഓഡിബിൾ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന്റെ കോൺസിക്വൻസ്, ഫിസിക്കലി മെന്റലി ഒക്കെ അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. അപ്പൊ ബ്രെയിനിനെ പ്രധാനമായിട്ട് ഇൻസോമേനിയ ഉറക്കക്കുറവ് ഉണ്ടായിരിക്കും, പെരിഫറൽ ന്യൂറോപ്പതി, വെർണിസസ് ഡിസീസസ്, ഡ്യുവൽ തോട്ട് അറ്റ് എ ടൈം, 2 തോട്ടുകൾ ഒരേ സമയത്ത് വരുന്ന ഒരു പ്രതിഭാസമാണ്. അതുപോലെ ഹാർട്ടിനെ സംബന്ധിച്ച് കാർഡിയോ മയോപ്പതി, അതിനെ സംബന്ധിച്ചിടണം, കണ്ണിനെ സംബന്ധിച്ച് ഒപ്റ്റിക് ന്യൂറിറ്റിസ്, ലിവറെ സംബന്ധിച്ച് ഫാറ്റ് ലിവർ, ഹെപ്പാറ്റൈറ്റിസ്, ലിവർ സിറോസിസ്. അപ്പൊ ആദ്യം ഒക്കെ നമ്മൾ SGPT ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവർ എന്നുള്ളത്, ഫാറ്റ് ലിവർ ഫസ്റ്റ് ഗ്രേഡ് എന്നുള്ളത് സർവ്വസാധാരണമാണ്. അപ്പൊ നോൺ ആൽക്കഹോളിക് ഇല്ലാത്ത ആളുകൾക്ക് വരെ, സ്ത്രീകൾക്ക് വരെ ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു. പക്ഷെ മദ്യപിച്ച് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് വർഷങ്ങളൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ, ഒരു 5-10 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത് ടെസ്റ്റ് ചെയ്യാനാണ്, ലിവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫാറ്റ് ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഒക്കെ വരും. അവസാനത്തെ ഒരു ഘട്ടമാണ് ലിവർ സിറോസിസ്.
ലിവർ സിറോസിസ് എന്നുള്ളൊരു ഘട്ടമൊക്കെ വരുമ്പോൾ നമ്മുടെ കരൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അതൊരു ചിരട്ടയുടെ രൂപത്തിലായിരിക്കും. അതിന്റെ ഉള്ളിൽ കാമ്പൊന്നും ഉണ്ടാവില്ല, ആ രൂപത്തിലായിരിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ഡെഫിഷ്യൻസി, RBC സെല്ലുകളുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതുപോലെ തന്നെ പ്ലേറ്റ്ലേറ്റിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. പ്ലേറ്റ്ലേറ്റിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായ പിന്നെ ബ്ലീഡിങ് ആയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ്, എല്ലുകളൊക്കെ പൊടിഞ്ഞു പോകുന്ന രോഗം വരും. പാൻക്രിയാറ്റിറ്റിസ്, കേരളത്തില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൻക്രിയാറ്റിറ്റിസ് ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അതുപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. നമ്മുടെ പുരുഷന്മാരുടെ ഹോർമോണുകളായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ, അല്ലെ, ഒരു പുരുഷനെ പുരുഷനാക്കുന്നത്, അതിന്റെ ഒരു അഗ്രഷൻ, ഇതൊക്കെ ടെസ്റ്റോസ്റ്റിറോണാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ ഡ്രഗ്സും അതുപോലെ തന്നെ മദ്യപാനമൊക്കെ ടെസ്റ്റോസ്റ്റിറോൺസിനെ അത് മോശമായിട്ട് ബാധിക്കും, അവന്റെ ലൈംഗിക ശേഷിയെ നഷ്ടപ്പെടുത്തും ഒക്കെ സാധാരണ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഈസ്ട്രജനെ അത് ബാധിക്കും. പല രീതിയിലും അവരുടെ റീപ്രൊഡക്ഷനും അതുപോലെ തന്നെ ലൈംഗിക കാര്യങ്ങളൊക്കെ ബാഡായിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ട്, ഹോർമോൺ ഇംബാലൻസ്. ഇനി മെന്റൽ എന്തൊക്കെയാണ് വരുന്നത്? മെന്റലി വരുന്നത് സ്കിസോഫ്രേനിയ വരും, സൈക്കോസിസ്, അല്ലെ, പാരാനോയിയ, വിഭ്രമത്വം വരുന്നുണ്ട്, ഡിപ്രഷൻ വരുന്നുണ്ട്, സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ് വരുന്നുണ്ട്, മെമ്മറി പ്രോബ്ലം, അല്ലെ, ഇവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇന്നലെ എന്ന് സംഭവിച്ചു, പല കുടിയന്മാരും കേൾക്കുന്നു, പറയുന്നത് കേട്ടിട്ട് ഇന്നലെയൊക്കെ കുറിച്ചൊക്കെ വന്നിട്ട് വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ, ഇന്നലെ എന്തോ സംഭവിച്ചു, ഇന്നലെ അങ്ങനെ ഉണ്ടായി. അവ ഓർമ്മകളൊക്കെ ഇങ്ങനെ പോകും. പേഴ്സണാലിറ്റി ചേഞ്ചസ് പലതരത്തിലും ആൾക്കാരിൽ പല രൂപത്തിലായിരിക്കും പ്രതികരിക്കുക. ആങ്സൈറ്റി, ഉത്കണ്ഠയുണ്ടായിരിക്കും. അഗ്രസീവ്നെസ്, എപ്പോഴും ആ തരത്തിലുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും. അതുപോലെ തന്നെ സ്ട്രോക്ക് വരാനായിട്ട് വളരെ സാധ്യതയുണ്ട്. പിന്നെ സോഷ്യലായിട്ട് എന്ത് വരും? ഇമോഷണൽ പ്രോബ്ലംസും അതായിരിക്കും. മറ്റുള്ളവരോട് പെരുമാറുമ്പോഴുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ബാഡ്ലി അഫക്ട് ഫാമിലി റിലേഷൻഷിപ്പ്, അല്ലെ, സ്വാഭാവികമാണ്. മദ്യപാനം, അല്ലെ, ഡ്രഗ്സ് എന്നൊക്കെ അടിക്കുമ്പോൾ അവര്, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കൂടുതലായിട്ട് നമ്മളെ എഫക്ട് ചെയ്യുന്നത് പ്രീഫ്രോണ്ടൽ ലോബിനെയാണ്. പ്രീഫ്രോണ്ടൽ ലോബിനെ എഫക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ജെന്റിൽമാന് വേണ്ട എല്ലാ ഗുണങ്ങളും അവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതില്ലാതെ വരുമ്പോൾ അവൻ ഒരു ജെന്റിൽമാൻ ആകാത്തൊരവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ സോഷ്യൽ വരുന്ന മറ്റുള്ളവരോട് വൈകാരികമായിട്ട് ഇടപെടുന്നു. ബാഡ്ലി എഫക്ട് ഫാമിലി റിലേഷൻഷിപ്പ്, ഗെറ്റിംഗ് ഡെപ്റ്റ്, കടക്കാരനാവുന്നു. കാരണം സ്റ്റഫിന് വേണ്ടി ഒരുപാട് ചിലപ്പോൾ ആദ്യമൊക്കെ ഈ പറഞ്ഞ മാതിരിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ടൊക്കെ ആയിട്ട് കിട്ടിയിരുന്നു. പിന്നീട് അത് വലിയൊരു തുകയ്ക്ക് വേണ്ടി വരും. അപ്പൊ പിന്നെന്താ, ജോബ് ലോസ്, അല്ലെ, ജോലി സ്ഥലത്തും അവർക്ക് ഒരേ ചിന്തയില്ല. അഡിക്ഷൻ ആയ ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റാൽ എന്താ അവരുടെ ചിന്ത എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും സാധനം കഴിക്കണം. അപ്പൊ മദ്യപാനി ഒരാളാണെങ്കിൽ രാവിലെ കഴിക്കണം. അതിന് എന്തെങ്കിലും അവർ ഓപ്പോസിറ്റ് എന്തെങ്കിലും ഒരു സൂത്രമൊക്കെ പറഞ്ഞ ഒരു ഇന്റർവെൽ എടുത്ത് ഒരു ബ്രേക്ക് എടുത്ത് പോയി അവർ വീണ്ടും അടിച്ചു വരുന്നു. ഒരു 11 മണിക്ക് അടിച്ചു വരുന്നു, വീണ്ടും ഉച്ചയ്ക്ക് കഴിക്കുന്നു, വീണ്ടും ഒരു 5 മണിക്കാണ് ഓഫീസ് വിടുന്നത്. അതിന് മുമ്പ് ഒരു 4-4:30 അവർ തട്ടിക്കൂട്ടി അവർ കിടന്ന് ഇറങ്ങി. ഇത് മാത്രമേ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ. ജോബ് ലോസ്, ഫോർക്ലോഷർ എന്ന് വെച്ചാൽ അവസാനം വീടൊക്കെ ജപ്തി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ കോൺസിക്വൻസ് വരുന്നത്. ഇതൊക്കെ സിന്തറ്റിക് ഡ്രഗ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ആക്ടുകൾ, അല്ല, ഒരുപാട് നമുക്ക് നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിയമങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ തന്നെയും ഇതിന്റെ ഈ ട്രാഫിക് ഇതിന്റെ ശക്തമായിട്ട് തന്നെ IPC 180 1860 IPC ആക്ട് ഉണ്ട്, CRPC 74 ഉണ്ട്, എവിഡൻസ് ആക്ട് ഉണ്ട്, NDPS, അല്ലെ, നാർക്കോട്ടിക് ഡ്രഗ്സ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അബ്കാരി ആക്ട് ഉണ്ട്, കോട്ട് പാക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട്. ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ, നമ്മൾ പലരും പത്രത്തിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവര് ടെസ്റ്റിന് എടുത്തുകൊണ്ട് കൊണ്ടുപോയപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസലഹരിയൊക്കെ അവർ ടെസ്റ്റിന് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നീട് അത് ലാബിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് പൂവപ്പൊടി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ എവിടെയോ ചില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ നിയമങ്ങളൊക്കെ യഥാവിധി, പക്ഷെ ഇതിൽ വലിയ നിയമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ചില നിയമങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ ഉണ്ട്. ഇവിടുത്തെ സ്ലൈഡിൽ പറയാൻ നമ്മളത് ഇപ്പൊ അതെ കേട്ടോ, പനിഷ്മെന്റ് എന്നുള്ള ഒരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി എന്നുള്ളൊരു സംഭവത്തിൽ വരുമ്പോൾ 6 മാസം, അതായത് ഇപ്പൊ കനാബീസിനെ സംബന്ധിച്ച്, കഞ്ചാവിനെ സംബന്ധിച്ച് 1 കിലോയ്ക്ക് താഴെ, അതായത് 980 ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 6 മന്ത് ഇതാണ് പ്രിസൺമെന്റ് ആണ് കിട്ടുന്നത്, തടവ് ശിക്ഷയാണ് കിട്ടുന്നത്. മീഡിയം ക്വാണ്ടിറ്റി വരുമ്പോൾ 10 years 1 lakh ആയിരിക്കും. കമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 10 to 20 years ആവും, 2 lakhs ആവും. പിന്നെ ഈ കമേഴ്സ്യൽ ക്വാണ്ടിറ്റി ചെയ്ത ഒരാളെ വീണ്ടും അയാൾ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കും. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ആ നിയമമൊക്കെ എത്രമാത്രം അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സംശയമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഗഞ്ചാവിന്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് up to 1 kg, അല്ലെ,
1 കിലോഗ്രാം വരെയുള്ള. മീഡിയം എന്ന് പറയുന്നത് 20 കിലോ, 1 കിലോ ടു 20 കിലോ. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 20ന് മുകളിലുള്ളത്. അങ്ങനെ ഓരോ ഐറ്റംസിനും ഓരോ രീതികളുണ്ട്. ഇപ്പൊ ഹെറോയിൻ ഒക്കെ നോക്കുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ 5 ഗ്രാമാണ് സ്മോൾ ക്വാണ്ടിറ്റി, മറ്റേത് 1 കിലോ എന്ന് വെച്ചാൽ 5 ഗ്രാം. അപ്പൊ രാസലഹരിയിലേക്ക് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കും. ഒപ്പിയം വരുമ്പോൾ 25 ഗ്രാം, സ്മോൾ മീഡിയം. അതുപോലെ തന്നെ പെൻഡാലിൻ LSD വരുമ്പോൾ 0.002. ഞാൻ സ്റ്റാമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞത്, ആ സ്റ്റാമ്പിന്റെ ഫുള്ളില് വെറും ഒരു മണൽത്തരിയുടെ 10-1 ഈ പറയുന്നത്. ഒരു LSD സ്റ്റാമ്പിൽ ഉണ്ടായിരിക്കുന്ന ലഹരി എന്ന് പറഞ്ഞ ഒരു മണൽത്തരിയുടെ 10-1. അപ്പൊ അതുപോലെ ഡയസിപ്പം 20 ഗ്രാം, കിറ്റാമിൻ 10 ഗ്രാം, അങ്ങനെയൊക്കെ ഓരോ സ്മോൾ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ പണിഷ്മെന്റ് ഹഷിഷിന് വരുന്നത് അതുപോലെ തന്നെ മീഡിയം ക്വാണ്ടിറ്റി, സ്മോൾ ക്വാണ്ടിറ്റി, കമേഴ്സ്യൽ. അതിൽ കമേഴ്സ്യൽ വരുന്നത് 1 kg ആണ്. ഞാൻ പറഞ്ഞു കമേഴ്സ്യൽ 1 കിലോ ഹാഷിഷ് ഓയിലോ അല്ലെങ്കിൽ ചരസോ ഹാഷിഷ് ഓയിലോ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ രണ്ടാമത് വീണ്ടും അതിൽ ഏർപ്പെട്ടാൽ അവന് ഡെത്ത് പെനാൽറ്റി കിട്ടും. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഇതുകളൊക്കെ. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്നത് എന്തിനാണ് നമ്മുടെ ബ്രെയിൻ, അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണ്, ഒരു വിസ്മയം തന്നെയാണ് നമ്മുടെ ബ്രെയിനിന്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് 25 lakhs ആണ് നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 25 ലക്ഷം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ ആ ഒരു മെഗാ പിക്സൽ, നമ്മുടെ ഫോണിനൊക്കെ 10 മെഗാ പിക്സൽ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കണ്ണിന്റെ ഒരു കാഴ്ചയുടെ മെഗാ പിക്സൽ 546 മെഗാ പിക്സലാണ് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ശക്തി. അപ്പൊ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രെയിനെ നമ്മൾ ഈ രാസലഹരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ചൂടോ ബ്രെയിൻ ആക്കി മാറ്റേണ്ടതുണ്ട് എന്നാണ് പ്രധാനമന്ത്രി. അപ്പൊ ജീവിതം തന്നെ ലഹരിയാക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് നൽകുവാൻ കഴിയുന്നത്, അല്ലെ. നമുക്ക് എത്രയോ കാര്യങ്ങളുണ്ട്, നമ്മുടെ സർഗാത്മകമായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുക, സോഷ്യൽ സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള മേഖലകളിൽ വ്യാപരിച്ച് അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ഒക്കെ ഗുണകരമാവുന്ന പല രീതികളിൽ ഇവരുടെ എനർജി ഡൈവേർട്ട് ചെയ്ത് വരും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് സന്തോഷത്തിന് നമുക്ക് എന്ത് ചെയ്യണം, അല്ലെ. നേരത്തെ ഡോസ് എന്നുള്ളൊരു 4 ഹോർമോൺ നമ്മൾ സാറൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ എന്നുള്ള എൻഡോർഫിൻ എന്നുള്ള 4 ഹോർമോൺ. അപ്പൊ അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു കഞ്ചാവ്. എൻഡോർഫിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നാച്ചുറൽ കഞ്ചാവാണത്. ഇപ്പൊ സിന്തറ്റിക് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല വാക്കിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നു, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, സന്തോഷം കിട്ടും. പക്ഷെ ആ വാക്കിംഗ് ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും എൻജോയ് ചെയ്തിട്ടാവണമെന്ന് മാത്രം. അങ്ങനെയുണ്ട് ഒരു കാര്യം. നമ്മൾ എൻജോയ് ചെയ്തിട്ട്, ഏതൊരു കാര്യം നമ്മൾ എൻജോയ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് അത് എന്ത് ഷൂട്ട് ചെയ്യുള്ളൂ, ആ എൻഡോർഫിൻ ഷൂട്ട് ചെയ്യുള്ളൂ, അല്ലെ. നമ്മൾ അയ്യോ ഇത് വലിയൊരു കഷ്ടം. ഇപ്പൊ രാവിലെ ഒരാൾ എന്നും ജോലിക്ക് പോകുന്നുണ്ട്, അയാൾ ഒരുപാട് നടന്നിട്ടാണ് പോകുന്നത്. അയാൾ എന്താ ചിന്തിക്കുന്നത്, അയ്യോ ഞാൻ ജോലിക്ക് ഒരുപാട് കഷ്ടം. അപ്പൊ അങ്ങനെയൊന്നും വരില്ല. അപ്പൊ നമ്മൾ രാവിലെ ധാരാളം നടക്കുമ്പോഴും അല്ലെ എക്സസൈസ് ചെയ്യുമ്പോഴും അപ്പൊ എന്ത് ചെയ്യണം, അത് എൻജോയ്, ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുമ്പോൾ ധാരാളം എൻഡോർഫിൻ നമുക്ക് ബാധിക്കാം. അപ്പൊ അതുവഴി നമുക്ക് എന്ത് കിട്ടാം, സന്തോഷം കിട്ടും, അല്ലെ. അടുത്തത് എന്താ പറയുന്നത്, സെറാട്ടോണിൻ. മറ്റുള്ളവർക്ക് സർവീസ് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെ. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് എന്ത് കിട്ടും, പ്ലഷർ കിട്ടും, അല്ലെ. സെറാട്ടോണിൻ ഷൂട്ട് ചെയ്യും. സെറാട്ടോണിൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ രീതിയിൽ പ്ലഷർ കിട്ടും. നമ്മളൊരു സോഷ്യൽ സർവീസ് ചെയ്യുന്നു. ഇപ്പൊ സാബുത്താനെ പോലെയുള്ള ആളുകളൊക്കെ പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേതൊക്കെ വരുമ്പോൾ വീട് വെച്ച് കൊടുക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ആ വീട് ലഭിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ആ സന്തോഷം നമ്മളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണ് നേരിട്ട്. ആ സന്തോഷം അവരറിയണം, അത് നമ്മളും കൂടി അറിയുമ്പോൾ നമുക്കൊരു ഇത് കിട്ടും. ഇപ്പൊ നാളെ പത്രത്തിൽ വായിച്ചതുപോലെ തന്നെ ഒരു സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. ആ സുഹൃത്തിന്റെ സിസ്റ്ററുടെ കല്യാണം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും ചേർന്ന് നടത്തി കൊടുക്കും. ഇത്തരൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പ്ലഷർ പോകേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിനെ കുറിച്ച് പറയുന്നത് ലവ് ഹോർമോൺ എന്ന് പറയാ, ഇല്ലേ. ഹലോ, എല്ലാവരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒന്നും ഇത് റെസ്പോൺസ് ഇല്ലാതിരിക്കും. ഞാനിങ്ങനെ പറയല്ലേ, പിന്നെ ചോദിക്കാനായിട്ടുള്ള അവസരങ്ങളൊന്നും തരുന്നില്ല, അല്ലെ. അതിന് സംശയം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാട്ടോ, ഇടയ്ക്ക്. അത് കുഴപ്പമൊന്നുമില്ല, എന്റെ ഒരു ഫ്ലോയില് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഓക്സിറ്റോസിൻ ലവ് ഹോർമോൺ എന്ന് പറയാം. നമ്മളിപ്പോ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നും, ശരിയല്ലേ? പ്രത്യേകിച്ച് ടീനേജില്. യെസ്, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അത് തോന്നും. അതാണ് അപ്പൊ ഈ ഒരു ഓക്സിറ്റോസിനാണ് അപ്പൊ കൂടുതൽ, ആ ഹോർമോണാണ്, ആ ന്യൂറോട്രാൻസ്മിറ്ററാണ് അപ്പൊ കൂടുതൽ. അതുപോലെ തന്നെ പ്രൊമോട്ട് ഫീലിംഗ് ഓഫ് ലവ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കുക,
അല്ലെ? ഇപ്പൊ രമാവതി മേഡത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ ഈ ഹോർമോൺ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ കൂടെ സമയം ഏറ്റവും, അതുപോലെ തന്നെ ബി എ സോഷ്യൽ ബീങ്, നമ്മളൊരു ഐസൊലേഷൻ ആയിട്ട് ഇരിക്കാതെ സോഷ്യലായിട്ട് ഇറങ്ങി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ അമ്മ കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ വരെ അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് കണ്ടെത്തേണ്ടത്? പ്ലഷർ കണ്ടെത്തേണ്ടത്. അല്ലാതെ ഈ സിന്തറ്റിക് ആയിട്ടുള്ള രാസലഹരിയിലൂടെ എല്ലാം പോകേണ്ടത് അല്ലെ? ഇത് സോഷ്യലായിട്ടുള്ള പ്രത്യാഘാതങ്ങള്, സാമൂഹ്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ദാമ്പത്തിക പൊരുത്തക്കേട്, വിവാഹമോചനം, സൗഹൃദ നഷ്ടം, വിശ്വാസം നഷ്ടപ്പെടൽ, വിദ്യാഭ്യാസത്തിന്റെ നഷ്ടം, സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടല്, അപകടങ്ങൾ അല്ലെ? പലരും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ, ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ലഹരിക്ക് ഉപയോഗിക്കുമ്പോൾ അവർ വേറൊരു കാര്യത്തിനൊന്നും കൂടി രക്ഷപ്പെടുത്തും അല്ലെ? ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടില് സംവിധാനമൊന്നുമില്ല. അപ്പൊ അവർക്കിത് വളരെ ഈസിയാണ്. ഇതൊരു ചെറിയൊരു അംശം മതി, ഒരു ചെറിയൊരു സംഭവം മതി നമുക്ക് കിട്ടാനായിട്ട്. മറ്റുള്ള ഗ്ലാസ് ഒക്കെ വെച്ച് ഒഴിച്ചു കുടിക്കണ്ട, അല്ലെങ്കിൽ സിഗരറ്റ് പോലെ വലിക്കണ്ട. ചെറിയ ചെറിയ മോളിക്യൂളൊക്കെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വളരെ എളുപ്പമാണ്, ഇത് പെട്ടെന്ന് പിടിക്കില്ല. ഇപ്പൊ നമ്മുടെ ഈ YIP, ഞാൻ സാറൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു YIP. ആ YIP ഒരു കൃത കോളേജിലെ കുട്ടിയുടെ പേരെന്താ സാബു സാർ? ഈ കനാബിസ് ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാനുള്ള, അല്ലെങ്കിൽ ഒരു പ്രസന്നലൈസ്റ്റിക്കൂടെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അപ്പൊ അത് മനു എന്നാ തോന്നുന്നത്. ശരി സാർ, മനു ജോസഫ്. മനു ജോസഫ്. അപ്പൊ അതൊരു പുതിയൊരു കണ്ടുപിടുത്താണ്, ഒരു ക്രിയേറ്റിവിറ്റിയാണ് കുട്ടി ചെയ്തത്. അതായത് കനാബീസ് ഉപയോഗിച്ചവരെ അവരുടെ ഉമിനീര് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇത് ഉപയോഗിച്ചിട്ടോ എന്ന് അറിയാനായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി നല്ല രീതിയിൽ അവന് അവാർഡൊക്കെ കിട്ടിയതാണ്. അതിപ്പോ വാണിജ്യ അടിസ്ഥാനത്തിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ പാറ്റന്റ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് പെട്ടെന്ന് എളുപ്പമാണ് അല്ലെ? മദ്യപിച്ച് അവരെ ഊഹിച്ച് അവർ പെടും. അപ്പൊ ഇത്തരം രാസലഹരി മറ്റൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ സൂയിസൈഡ്, ആത്മഹത്യ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ എന്നൊരു നടക്കുകയാണ്. നമ്മുടെ തൊഴിൽ പ്രശ്നങ്ങൾ, മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വാസന എപ്പോഴും അവർക്കുണ്ടാവും. സാമ്പത്തിക ആസക്തിയുടെ ചെലവ് ഇതിന് വലിയൊരു കാരണം. അതായത് ഒരു ചെറിയൊരു ഡോസിന് 15,000 20,000 രൂപയ്ക്കാണ് ഒരു ഗ്രാമിന് ഇത് വില വരുന്നത്. അത് ഓരോത്തിനും ഓരോ വിഭാഗം അനുസരിച്ച് പൈസ കൂടി തരും. ഇതൊക്കെ മേടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചെലവുണ്ട്. അപ്പൊ അവര് അവസാനം എന്ത് ചെയ്യുന്നു? ഇതിന്റെ വാഹകരാവും. ഇത് വിൽക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കും കൂടി അവർ പോകുന്നു. അപ്പൊ അവരുടെ ഉപയോഗം നടക്കും, ഇതിന്റെ വിൽപ്പനയും നടക്കും. എന്തായാലും മാത്രമേ പണമുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ചെലവുണ്ട്. ഇതിന്റെ ചികിത്സയുടെ ചെലവ്, നിയമപരമായിട്ടുള്ള ചെലവ് വേറെ, മരുന്നുകളുടെ ചെലവുകൾ, വേതനവും ജോലി, ഒരുപാട് കാര്യങ്ങൾ. സ്വഭാവത്തിൽ ആളുകളുടെ കണ്ണിലേക്ക് ഒരിക്കലും നോക്കിയവർ സംസാരിക്കില്ല. മുറിയിൽ കയറി അധിക നേരം മാത്രം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതൊക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ വീട്, ഒരു കുടുംബം ഒരു സ്വർഗമാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ മക്കളെ ഏറ്റവും നന്നായി, നമ്മൾ പറയാറുണ്ട് നമ്മളെ മക്കളെ കുറിച്ച് അല്ലെ, ഇത് അടുത്ത വീട്ടിലൊക്കെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് സുഹൃത്തിന്റെ കുട്ടി ഡ്രഗ് ഉപയോഗിച്ചു. പക്ഷെ എല്ലാ മാതാപിതാക്കളും ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് ഒരിക്കലും നമ്മളുടെ വീട്ടിൽ സംഭവിക്കില്ല. ശരിയല്ലേ? നമ്മളുടെ മക്കൾ ഇതൊന്നും ചെയ്യുകയില്ല എന്നുള്ളൊരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇല്ലേ? ശരിയല്ലേ? പറയൂ. അത് തീർച്ചയായിട്ടും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ. കാരണം നമ്മളുടെ മക്കളെ അതുപോലെയാണ് വിശ്വസിക്കുന്നത്. അവർ ഒരു നേർവഴിക്ക് അല്ലാതെ വേറൊരു വളഞ്ഞ വഴിയിലേക്ക് അവർ പോവുകയില്ല എന്നുള്ളൊരു 100% കോൺഫിഡൻസ് നമുക്കുള്ളത്. പക്ഷേ ഞാൻ ആദ്യം പറയുന്നത് ഇതെല്ലാം പൊളിച്ചെഴുതേണ്ട സമയം. നമ്മളുടെ മക്കളെ കുറച്ചൊരു ഒരു മൂന്നാം കണ്ണോടുകൂടി നമ്മൾ വാച്ച് ചെയ്യണം. ഏതൊരു കാര്യവും എങ്ങനെ അടുത്ത കുട്ടിക്ക് ആയിക്കോട്ടെ എങ്കിൽ പോലും. കാരണം നമ്മുടെ വീടിന് പുറത്തിറങ്ങിയാൽ ഒരുപാട് ചതിക്കുഴികളാണ്. അപ്പൊ നമ്മളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഒരു പാരന്റ്സ് സാധാരണ എന്ത് ചെയ്യുക? കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവന് ഗൈഡ് മേടിക്കുന്നു, അവന് പഠിക്കാനുള്ള എല്ലാ സാമഗ്രികളും ചെയ്തു. സ്കൂളിൽ പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ, സൈക്കിളോ അല്ലെങ്കിൽ ബൈക്കോ അതൊക്കെ മേടിച്ചു കൊടുക്കും. അവന് ഗാഡ്ജറ്റുകൾ വാങ്ങിച്ചു കൊടുക്കും.
അപ്പൊ അവരുടെ ഒരു പാരന്റ്സിന്റെ ഉത്തരവാദിത്തം അവിടെ തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. അവരെന്താ വിചാരിക്കുന്നത്? അവന് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടു, അവന്റെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, അവന് പൈസ കൊടുക്കുന്നുണ്ട്, അവന്റെ ചെലവുകൾക്കായിട്ട് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട്. ആസ് എ പാരന്റ് ഞാൻ എല്ലാ കടമകളും എന്റെ നിർവഹിച്ചു കഴിഞ്ഞു എന്നാണ് ഒരു പാരന്റും ഒരു മാതാവും പിതാവും ഒക്കെ വിചാരിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ. പ്രത്യേകിച്ച് അഡൾട്ട്സ്, അതായത് അഡോൾസൻസിലുള്ള കൗമാര പ്രായത്തിലുള്ള കുട്ടികൾ, അവരുടെ ഒരു ഇമോഷണൽ നീഡ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ? ആ കുട്ടിയുടെ, അവനൊരു വ്യക്തിയാണ്, അവനൊരു കുട്ടിയല്ല, ഒരു ചെറിയ കുട്ടിയല്ല, ഒരു വിദ്യാർത്ഥിയൊന്നുമല്ല, അവൻ ഒരു സെപ്പറേറ്റ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒരു ഇമോഷണൽ നീഡ്, അവൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ശരിയല്ലേ? അമ്മയുടെ കയ്യിൽ നിന്നായാലും അച്ഛൻ്റെ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കാത്തത്തിലുള്ള സ്നേഹം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു ക്വാളിറ്റി ടൈം നിങ്ങളുടെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഒന്ന് പറയുമായിരിക്കും. കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഇതിപ്പോ എന്താ കണ്ടുവരുന്നത്? എല്ലാവരും അവരുടേതായിട്ടുള്ള രീതികളിൽ തിരക്കുകളിലാണ്. ഓഫീസിലെ ജോലി തിരക്ക്, അച്ഛനൊരു ഭാഗത്ത് മൊബൈൽ, അമ്മ ഒരു ഭാഗത്ത് മൊബൈൽ, കുട്ടികളൊരു ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. കോളേജിൽ നിന്ന് വന്നാൽ നിങ്ങൾ ഒരു അരമണിക്കൂർ അവനായിട്ട് സ്പെൻഡ് ചെയ്യണം, അവരായിട്ട് സംസാരിക്കണം. എന്താണ് അവിടെ നടന്നത്, കോളേജിൽ പോകുന്ന വഴിക്ക് എന്തൊക്കെ വിശേഷങ്ങൾ, ലെറ്റ് ദം സ്പീക്ക്. അവരോട് സംസാരിക്കാൻ പറയണം. ആ ഒരു സമയത്ത് നമ്മൾ കുറ്റപ്പെടുത്തരുത്, ശകാരിക്കരുത്, അവരെ ഉപദേശിക്കരുത്. ഉപദേശം ഒന്നും തീരെ കൊടുക്കും. ജനസി കുട്ടികൾക്ക് ഉപദേശം അവർക്ക് തീരെ പഠിക്കില്ല. ഞാൻ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ ഒന്നും. നിങ്ങൾ അവരോട് സംസാരിക്കുക. അത് കമ്മ്യൂണിക്കേഷൻ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അവനോട് സംസാരിക്കാൻ പറയാം. അതൊക്കെ നമ്മൾ ഫ്രീ ആയി കൊടുക്കുക. നമ്മളൊരു സമയം കണ്ടെത്തി അതൊക്കെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവന്റെ മൂർത്താവിലൊന്ന് തലോടി കൊടുക്കുക, അവന്റെ നെറ്റിയിലൊന്ന് തലോടി, കവിളിയിലൊന്ന് തട്ടി, അവന്റെ കൈകളിലൊന്ന് ചില ടച്ചുകളൊക്കെ ഏറ്റവും മഹത്തരമാണ്. കുട്ടികളെ നമ്മൾ ടച്ച്, അവരെ ഹഗ് ചെയ്യുക, അവനൊരു ഉമ്മ കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ, ഞാനിപ്പോ ഇതിൽ ചോദിക്കുന്നു, മക്കളെ ഒന്ന് ഹഗ് ചെയ്തിട്ട് ഒന്ന് കിസ് ചെയ്തിട്ട് എത്ര നാളാണ്? ശരിയായിട്ടൊന്ന് പറയും. പാരന്റ്സിനോട് ഞാൻ ചോദിക്കുന്നു. ചെയ്യാറുണ്ട്. വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയും? അവരെത്ര വലുതായാലും നമ്മളുടെ മക്കളല്ല. ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് അവരായിട്ട് എപ്പോഴും ഷെയർ ചെയ്യണം. കാരണം അവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാ. കേസ് അവർക്ക് അത് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ അത് ആലോചിക്കണം. ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. എല്ലാം തരുന്നുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്, അല്ലെങ്കിൽ എല്ലാ ഗാഡ്ജറ്റുകളും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാനും തരുന്നുണ്ട്. പക്ഷെ അവനോട് സംസാരിക്കാനോ അവന്റെ ഇഷ്ടങ്ങൾ കണ്ടെത്താനോ അവർക്ക് സമയമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള ഒരാളത് ചെയ്യും എന്നുള്ളതാണ് എന്റെ അവസ്ഥ, അല്ലെ? ഇപ്പൊ നമ്മൾ ചെടി, സൂര്യപ്രകാശം ലഭിക്കാവുന്ന ഒരു ചെടി ലഭിച്ചില്ലെങ്കിൽ എന്താ ചെടി എന്ത്? സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് ചരിഞ്ഞാണ് വളരുക. അങ്ങനെയല്ലേ ചെയ്യാം? അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ സമൂഹത്തിന് പുറത്തുള്ളവർക്ക് നമ്മളുടെ വാല്യൂ സിസ്റ്റം ഒന്നും ഉണ്ടായിരിക്കില്ല. അവര് വേറെ രീതിയിലായിരിക്കും കുട്ടികളെ കരുതുക. അപ്പൊ അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ അവർക്ക് സ്നേഹം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർ അവരുടെ സ്നേഹം തേടിപ്പോവും. അത് പല കൂട്ടുകെട്ടിലെയും പല ചതിക്കുഴിയിലേക്കുമാണ് പോകും. അവൻ സ്കൂളിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു വന്നു, അവൻ ഏത് രീതിയിലാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക? 2 വിഷയത്തിൽ അവൻ തോറ്റു വന്നു, നിങ്ങൾ എങ്ങനെയാണ് അവനെ അഡ്രസ് ചെയ്തത്? ആരെങ്കിലും ഒന്ന് പറയാമോ? പാരന്റ്സ് ഉണ്ടെങ്കിൽ, മക്കളുള്ള അഡോൾസൻസ് മക്കളുള്ള ആരെങ്കിലും ഉണ്ടോ? പാരന്റ്സ് ഉണ്ടോ അതില്? സാറേ, എല്ലാവരും മക്കളുള്ളവർ തന്നെയാണ്. ഞാൻ ഈ സാറ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. അതായത് ചെറിയ പ്രായത്തിലെ നമ്മൾ അവരായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ അവരെന്തിൽ പെട്ടുപോയാൽ തിരിച്ചു വരും. അപ്പൊ ഞാൻ സ്കൂളിൽ മനസ്സിലാക്കിയത്, ഈ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ കുട്ടികളെ തോള് കൈയിട്ടിട്ട് അച്ഛന്മാർ ഒരാൺകുട്ടികളെ തോള് കൈയിട്ടിട്ട്, അതുപോലെ അമ്മമാരങ്ങനത്തെ പെൺകുട്ടികളെ ഭയങ്കര ചുറ്റിപ്പിടിച്ച് വരും. ആ കുട്ടികളെ പറ്റി നമ്മൾ പേടിക്കുകയേ വേണ്ട. അതേ സമയത്ത് ഭയങ്കര ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാല് പിള്ളേരെ വഴിക്ക് പോവും, പാരന്റ്സിന് വഴിക്ക് പോവും. അതാണ് ഉണ്ടാവുന്നത്. കറക്റ്റാണ് സാർ പറഞ്ഞത്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ചെറുപ്പത്തിലേ അത് ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും. നമ്മൾ ചെറുപ്പകാലത്ത് അവന്റെ ചോർപാത്രത്തിൽ നമ്മൾ അവന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് അയക്കും. സ്കൂളിൽ നിന്ന് പോകുമ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്താണ് വിടുന്നത്, അല്ലെ? അവൻ വലുതായി അവൻ കൗമാരപ്രായത്തിലേക്കൊക്കെ വളർന്നു കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോകും, അല്ലെ? അച്ഛൻ പെൺകുട്ടികളെയും അമ്മ ആൺകുട്ടികളെയും ഒക്കെ അത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അത്ഭുതമാണ്. പക്ഷെ അതൊക്കെ ചെയ്യണം.
ഒരു കാര്യം നിങ്ങൾ മാത്രം നോക്കും, നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളുടെ മക്കൾ, അത് നിങ്ങളുടെ മനസ്സിനാണുള്ളത്. പക്ഷെ ആ കാര്യം അത് കുട്ടികൾ റിയലൈസ് ചെയ്യും, അവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ ലോകത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നേക്കാൾ വലുതായി ഒന്നുമില്ല എന്നുള്ളൊരു ബോധ്യം ആ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഒരു ലഹരിക്കും പോയില്ല, ഒരു ലഹരിക്കും പോയില്ല. അവർ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്നത് കേട്ടത്. ഏത് പ്രശ്നമുണ്ടായാലും പ്രതിസന്ധി ഉണ്ടായാലും എൻ്റെ പാരൻസ് എൻ്റെ കൂടെ നിൽക്കും എന്നുള്ളൊരു ബോധ്യം ആ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അത് വഴി പോയില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുട്ടികൾ ഹൈഡ് ചെയ്യണം അല്ലെ? പുറത്തും അതുപോലെ തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ അവര് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല, വീട്ടിൽ ഷെയർ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു സുഹൃത്തിനോടെന്ന പോലെ പങ്കുവയ്ക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ വീട്ടിൽ ഒരുക്കേണ്ടത്. ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. പണ്ട് ഞാൻ ഓർക്കുന്നു, തിരുവിതാംകൂറിൽ നിന്നും 3 പെൺകുട്ടികൾ വീട് വിട്ടു പോയി. 3 പെൺകുട്ടികൾ വീട് വിട്ടു പോയി. അവർ പിന്നീട് അവർ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ അവർ അഭയം പ്രാപിച്ചത് ആത്മഹത്യയിലാണ്. പറളിക്കടുത്ത് റെയിൽവേ ട്രാക്കിൽ 3 പെൺകുട്ടികളാണ് അവർ സൂയിസൈഡ് ചെയ്തു. അപ്പൊ അവിടെ എന്തോ ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കട്ടെ. ഞാൻ ചതിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ ഭേദം മരണമാണ് എന്ന് ആ കുട്ടികൾ ചിന്തിച്ചാൽ അത് ആരുടെ കഴിവുകേടാണ്? തീർച്ചയായിട്ടും അത് പാരന്റ്സിന്റെ അല്ലേ. അവർ അത്തരത്തിലുള്ള ഒരു ഗൃഹാന്തരീക്ഷം അവിടെ ഒരുക്കിയിട്ടില്ല. ആ രീതിയിലുള്ള ഒരു ഗൃഹാന്തരീക്ഷം ഒരു വീട്ടിൽ അവർ ഒരുക്കിയില്ല. അതിന്റെ കുറവാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ എനിക്കൊരു തെറ്റ് പറ്റി, ഞാനത് തുറന്നു പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ സ്വീകരിക്കും, അവരാണ് എന്റെ അവസാനത്തെ അവസാനം എന്നൊരു കുട്ടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അവന് പ്രശ്നമില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു സുഹൃത്താവാൻ നോക്കുക. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള കുട്ടികൾ, അവരോട് എല്ലാ കാര്യവും തുറന്നു പറയുക. അവരൊരു ലൈൻ ഉണ്ടോ, യെസ് ഇങ്ങനെ ഇട്ട് മോളെ കാണാൻ എന്താ പറയുന്നത്, ആ സമയത്തൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ലോക്ക്ഡൌണിലൊക്കെ ഉണ്ടാവുമ്പോ ഷൂട്ട് ചെയ്യുമ്പോ കൗമാരകാലത്ത് നമ്മളൊക്കെ ഈ പ്രായം കടന്ന് വന്നവരാണ് അല്ലെ, എല്ലാവരും വന്നവരാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു നമ്മൾ പറയുന്നത് ഒരു വാല്യൂ സിസ്റ്റം നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായി. അതിനുള്ളിൽ തന്നെ നിൽക്കാനായിട്ട് അവരെ നിങ്ങൾ ആ രീതിയിലാണ് നിങ്ങൾ മോൾഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടികളും ഒരു ലഹരിയിലേക്ക് പോകില്ല. അപ്പൊ നിങ്ങളുടെ വീട് സ്വർഗമാക്കുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് കൗമാരപ്രായമായിട്ടുള്ള പെൺകുട്ടികളുടെ അമ്മമാർ, അവരാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. കാലത്ത് കൂടുതലായിട്ട് പെൺകുട്ടികളാണ് കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ, ഒരു ഗുണ്ട ഉണ്ടായി. ഈ പെൺകുട്ടികൾക്ക് ഈ ഗുണ്ടകളിലോടൊക്കെയാണ് സ്നേഹം. അങ്ങനത്തെ ഒരു കാലം. അപ്പൊ അത് അവർക്ക് ഒരു അറ്റൻഷൻ, ഒരു പരിഗണന, ഏതൊരാൾക്കും ഒരു പരിഗണന, അതുപോലെ തന്നെ ഒരു അപ്രീസിയേഷൻ, ഇതൊക്കെയാണ് എല്ലാം കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾ വേണ്ട വിധം കൊടുക്കുന്നുണ്ടോ? അവൻ പരീക്ഷയിൽ തോറ്റു വന്നു, 2 പേപ്പർ അവൻ ഇംഗ്ലീഷിലും അവൻ മാത്സിലും അവൻ തോറ്റു. അപ്പൊ നിങ്ങൾ അവന്റെ പേപ്പർ എടുത്ത് നോക്കി അവനെ ചീത്ത പറയുന്നു, വഴക്ക് പറയുന്നു, നിനക്ക് എന്തൊക്കെ ഞാൻ മേടിച്ചു തന്നു, പക്ഷെ നീ തോൽക്കല്ലേ ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല, അവൻ ഇംഗ്ലീഷ് പരീക്ഷയിൽ മാർക്ക് കൂടി, അവന് മലയാളം പരീക്ഷയിൽ മാർക്ക് കൂടി. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവിടെ ശരിയായിട്ട് ചെയ്യേണ്ടത്? അങ്ങനെ നിനക്ക് മലയാളം പരീക്ഷയിൽ കഴിഞ്ഞ പ്രാവശ്യം 40 മാർക്കാണ് കിട്ടിയത്, ഇത്തവണ നിനക്ക് 45 മാർക്ക് കിട്ടി, അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക അവന്. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കഴിഞ്ഞ ടൈമിൽ അവന് ഏത് മാർക്ക് കിട്ടിയിരിക്കും. ഇംഗ്ലീഷ് അപ്പൊ അവന് ഭാഷാ സാഹിത്യത്തിലും അതിയായിട്ടുള്ള പ്രാവീണ്യമുണ്ട്. അവന് ലോജിക്കൽ ബ്രെയിൻ വരുന്ന മാത്സിലും ഫിസിക്സിലും അവന് മാർക്ക് കുറവുണ്ട്. അവനോട് ഇരുത്തി ചോദിക്കുക, അച്ഛന്റെ ഭാഗത്ത് നിന്ന് എന്ത് സഹായമാണ് മോന് വേണ്ടത് ഈ ഒരു മാർക്ക് കൂടുതൽ കിട്ടുവാനായിട്ട്? ഫിസിക്സിൽ അല്ലെങ്കിൽ മാത്സിൽ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് ഈ അച്ഛന്റെ ഭാഗത്ത് എന്ത് സഹായമാണ് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയുടെ മാർക്ക് യാതൊരു സംശയം. ആ രീതിയിൽ വേണം അപ്രോച്ച്. ഒന്ന് മാറ്റി പിടിച്ച് വഴക്ക് അല്ലെങ്കിൽ ശാസന അല്ലെങ്കിൽ അതിന്റെ എല്ലാ കാലം കഴിയും. നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ഒരുപാട് കോഗ്നിറ്റീവ് ബുദ്ധിയുള്ള കുട്ടികളാണ്. നമ്മളുടെയൊക്കെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1300 ക്യൂബിക് സെന്റിമീറ്റർ ആണ് നമ്മളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന്. പക്ഷെ നമ്മളുടെ കുട്ടികളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1700 1700 300
വളരെ നിസ്സാര കാര്യമല്ലോ. ഒരുപാട് മുന്നിലാണ് ആ കുട്ടികളൊക്കെ. അപ്പൊ അത് മനസ്സിലാക്കിയാൽ നമ്മൾ നല്ലൊരു പാരന്റ് ആവാം, അത് മനസ്സിലാക്കിയാൽ നമ്മൾ നല്ലൊരു അധ്യാപകരാകും. അപ്പൊ എനിക്ക് ഇതാണ് നിങ്ങളോട് പറയാനുള്ള. കുടുംബത്തിൽ എല്ലാം തുടങ്ങണം, അതൊരു സുഖമാക്കാം. ഫാദർ ആൻഡ് മദർ ഐ ലവ്, അതാണ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മക്കളെല്ലാം ആ രീതിയിൽ അവരുടെ ബ്രെയിൻ എല്ലാം രാസലഹരി കൊടുക്കാതെ സ്വാഭാവികമായിട്ടുള്ള ലഹരി കൊടുത്തു, സെറാട്ടോണും അതുപോലെ ഡോപ്പമിനും ഒക്കെ സ്വാഭാവികമായ ലഹരികൾ കൊടുത്തു ഈ രാജ്യത്തിന് തന്നെ, നിങ്ങളുടെ കുടുംബത്തിന് തന്നെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിന്, ഈ രാജ്യത്തിന് ഉത്തമ പൗരന്മാരായി അവരെ വളർത്തുവാനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഇത്രയും നേരം ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ ഫ്ലോറിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ Q&A സെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പ്രൊഫസറെ, വളരെ സന്തോഷം. വളരെ ക്രിയാത്മകമായ ഒരു ക്ലാസ് ആണ്. നമുക്കറിയാം, ഇന്നും ഞാൻ 2 സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. പക്ഷേ ഈ സ്കൂളുകളിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാനേ പറ്റത്തില്ല. ഈ പറയുന്ന പ്രധാനപ്പെട്ട സാറ് പറഞ്ഞ 5 തരത്തെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ക്ലാസ്സിലൂടെ സത്യത്തിൽ എന്താണ് ഡ്രഗ്സ്, നമ്മൾ ഈ എപ്പോഴും പത്രത്തിലൂടെ കേൾക്കുന്ന ഡ്രഗ്സ് എന്താണ്, അതിന്റെ രീതികൾ എന്താണ്, അത് എത്രമാത്രം കയ്യിൽ നമുക്ക് സൂക്ഷിക്കാം, ഇങ്ങനെയുള്ള കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത് ഒഫൻസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, അതുപോലെ അതിന്റെ പാർശ്വഫലങ്ങൾ, മാനസികവും ശാരീരികവുമായ തലത്തിലുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കറിയാം, എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു മാതാപിതാവ് എന്ന നിലയിലൊക്കെ ഇതുപോലത്തെ സാഹചര്യങ്ങളെ പലപ്പോഴും അഭിമുഖീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പൊ അമൃതജ്യോതി മാമാണെങ്കിൽ, രമാവതി മാമാണെങ്കിൽ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒത്തിരി സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തികളെയൊക്കെ കൃത്യമായിട്ട് ചേർത്ത് പിടിക്കാൻ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് ഷാബു സാറ് വളരെ കൃത്യമായിട്ട് എടുത്തു തന്നു. ഇതിനു മുമ്പും സാറ് 2 ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ കൂടുതൽ ഡെപ്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്ങനെയാണ് 1-2 വർഷമായി നമ്മുടെ ഈ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ കൂടെ ആ പ്ലേലിസ്റ്റും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഏകദേശം 10-20 ഡ്രഗ്സ് ഒഫൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് ഷാബു സാർ തന്നെയാണ്. അപ്പം വളരെ കൃത്യമായി എങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് സാറിലൂടെ നമുക്കത് കേട്ടു. സോ വളരെ നന്ദി ഷാബു സാർ. ഇന്നത്തെ ഈ വേൾഡ് ഡ്രഗ്സ് ഡേയിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു ക്ലാസ് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ഇനി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യുമ്പം നമ്മുടെ അടുത്തേക്ക് വന്ന കുട്ടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഡ്രഗ്സ് അഡിക്ഷൻ ആയിട്ട് വന്നിട്ടുള്ള കുട്ടികളെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്തു എന്നും കൂടെ എക്സ്പീരിയൻഷ്യൽ ആയിട്ടൊന്ന് പറയാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി ഗുണകരമാണ്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മറ്റുള്ളവർക്ക് അത് കുട്ടികളുടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും അവരെ നമ്മുടെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സഹായിച്ച രീതികൾ തീർച്ചയായിട്ടും പറയുന്നത് നന്നായിരിക്കും. സോ താങ്ക് യു സാർ. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ താങ്ക് യു ഷാബു സാറിന് ഒരിക്കൽ കൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അമൃതജ്യോതി മാമിന് തുടങ്ങാം. അമൃതജ്യോതി മാം സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സർ. ഷാബു സാർ, വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു വെരി മച്ച്. സാർ പറഞ്ഞ ഓരോ കാര്യവും വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് ഏറ്റവും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ, ഞാൻ സ്കൂളിൽ നിന്ന് വന്നാല് 2 പേരും 2 മക്കളോട് ജോലി കഴിഞ്ഞ്, അന്ന് ഞാൻ കലക്ടറോണാണ്, സ്കൂളിലല്ല, ആ സമയത്ത് വന്നു കഴിഞ്ഞ 2 ആൾക്കാരുടെ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും പറയിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുക്കളയിലേക്ക് പോകാറുള്ളൂ. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചീത്ത പറയും, നീ ബാക്കി അവര് യൂണിഫോം മാറ്റിയില്ല, അത് ചെയ്തില്ല, ഇത്. പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പൊ എനിക്ക് സ്കൂളിൽ എന്തൊക്കെ നടന്നു, ഇവരെന്തൊക്കെ വൃത്തക്കേട് കാണിച്ചെന്ന് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ഇതെനിക്ക് വളരെ ഉപകരിച്ചിട്ടുണ്ട്. ആ ബോണ്ട് ഉണ്ടാക്കി ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു 3-മതൊരാളിൽ നിന്ന് ഞാൻ അറിയാൻ പാടില്ല, നിങ്ങളെ വായിൽ തന്നെ അറിയണം. ആ ഒരു കാര്യം ഇപ്പോഴും അതെനിക്ക് വളരെ ഇതാണ്. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. പെൺകുട്ടികളെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്, പക്ഷെ പെൺകുട്ടികളെ എനിക്കില്ല. പക്ഷെ പെൺകുട്ടികളെ ഞാൻ വളരെ സ്കൂളിലായപ്പോൾ ഞാൻ പിന്നീട് VRS കലക്ടറോണ് VRS വാങ്ങിച്ചിട്ടാണ് ടീച്ചറായത്. ടീച്ചറായതിനു ശേഷം എനിക്ക് ആൺകുട്ടികളെ ഡീൽ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഞാൻ 2 കുരുത്തം കെട്ട ആൺകുട്ടികളെ ഡീൽ ചെയ്താണ് വീട്ടില്. പെൺകുട്ടികളെ പിന്നെ സാറ് പറഞ്ഞാൽ പെൺകുട്ടികളെ ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടേറെയാണ്.
അവരങ്ങനെയൊന്നും മനസ്സ് തുറക്കൂല. അത് പാരന്റ്സ് എവിടെയാണോ പാരന്റ്സും കുട്ടികളായിട്ട് നല്ല ബോണ്ട് ഉണ്ട് എന്നാ അവരെ പറ്റി നമ്മൾ പേടിക്കുകയേ വേണ്ട. പിന്നെ ഈ സാറ് പറഞ്ഞ ഓരോ കുട്ടിയും ഇതിലേക്ക് ലഹരിയിലേക്ക് പോകുന്നത് പല പല കാരണങ്ങളാണ്. ഞാൻ ഒരു ക്ലാസ്സിൽ ഒരു ഏകദേശം കുട്ടികളും ഈ ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികളെ ഡീൽ ചെയ്യേണ്ടി വന്നിരുന്നു ഒരു ക്ലാസ്സിൽ. പ്രിൻസിപ്പൾ എന്നെ അയച്ചതാണ്. അപ്പൊ ഓരോ കുട്ടിയും ഇതിലേക്ക് വന്നത് പല പല കാരണങ്ങളാണ്. അതിൽ പ്രധാന കാരണം പാരന്റ്സ് വെള്ളം അടിക്കും, എന്നിട്ട് വീട്ടിൽ സൂക്ഷിക്കും. അത് കുട്ടികൾ അടിച്ച് അറിയാണ്ട് കുട്ടികൾ അതിന് അടിമയായി. പിന്നെ ഈ ഇൻസൾട്ട്, അതായത് കുട്ടി ഭയങ്കര തടിയാണ്, അപ്പൊ എല്ലാവരും ഇവനെ കുടുംബക്കാരൊക്കെ തടിയെന്ന് വിളിക്കും. അപ്പൊ ഇവൻ അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടി സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ കുട്ടിയും അപ്പൊ മനസ്സിലാക്കിയ ശരിക്കും നല്ലൊരു സ്നേഹാന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ ശരിക്കും കുട്ടികളെ നമുക്ക് ചെറുപ്പത്തിലേ ആ ബോണ്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം പാരന്റ്സിന് വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റും. കുട്ടികളെ പരിമിതികളൊക്കെ മനസ്സിലായി. വെറുതെ കുട്ടികളെ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ച് അവരാ 100 വരുത്താൻ കിട്ടാൻ വേണ്ടിയിട്ട് കർശനമായിട്ട് പെരുമാറുന്ന ടീച്ചേഴ്സിനെ അറിയാം. അതൊക്കെ എന്തൊരു ദ്രോഹ ചെയ്യുന്നറിയാം. ആ കുട്ടികളാണ് പിന്നീട് സ്കൂളിനോടും പഠിത്തത്തോടും ഒക്കെ അവര് വിമുഖത കാണിക്കുന്നത് കാണാം. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച് സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് അവര് പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ വീട്ടില് അച്ഛന്മാരാണ് അവസാനമായിട്ട് ഇത് അറിയും. നാട്ടുകാരറിയും, പിന്നെ അമ്മയും അറിയും. അമ്മ അച്ഛനോട് പറയാനായിട്ട് ഭയം, അമ്മ മൂടി വയ്ക്കും. ഇത് അവസാനം എവിടെന്നെങ്കിലും ആണ് അവസാനം ഈ അച്ഛന്റെ ചെവിയിലെത്തുക. അപ്പോഴേക്കും ഈ കൈവിട്ടിരിക്കും, പ്രശ്നങ്ങളൊക്കെ കൈവിട്ടു. എന്ത് കുട്ടികൾക്ക് നിങ്ങൾ അതാണ് കൊടുക്കുന്നത്. എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു സന്ദേശം ടീച്ചർക്ക് ഒരുപാട് താങ്ക് യു. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ കുറെ ഭാഗമൊന്നും ടച്ച് ചെയ്തില്ല, കാരണം ഒരുപാടുണ്ട്. ഇതൊരു കടല് പോലെ കാര്യങ്ങളൊക്കെ. ഡി അഡിക്ഷൻ അതിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആഴത്തിൽ പോകണം. പിന്നെ അതിലേക്ക് ടച്ച് ചെയ്തില്ല. നമസ്കാരം. എന്താ പറഞ്ഞ ക്ലാസ് തീർന്നുവല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായി സാറേ, സത്യം. കാരണം എനിക്കിപ്പം ചിലപ്പം ഈ പറഞ്ഞ പോലെ സാബു സാറ് താങ്ക് യു. സാബു സാറ് പറഞ്ഞ പോലെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനെല്ലാം പോകുമ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, മയക്കുമരുന്ന്. അപ്പം ചില സന്ദർഭത്തിൽ കുറച്ച് വേദികളിൽ ഞാൻ ഇതിൻ്റെ ഒരു ഏകാഭിനയൊക്കെ കാണിക്കാറുണ്ട് ഈ മയക്കുമരുന്നിന്റെ. കാരണം അതിൽ ഒരു പെൺകുട്ടീനെ വാനിൽ വിട്ടിട്ടാകുമ്പോൾ അമ്മമ്മക്ക് സുഖമില്ലാന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി ഇറക്കി പോവേ, ഒരു 3-4 ആൾക്ക് കാഴ്ച വെച്ചിട്ട് വരാന്തയിൽ കൊണ്ടിടും സ്കൂളിൻ്റെ. അതാണ് അതിന്റെ വിഷയം. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ എനിക്ക് 2 കുട്ടികളാണ്. മൂത്ത പെണ്ണ് 5.5 വയസ്സിനുള്ളതാണ്. അപ്പം അവർ ഈ പറഞ്ഞ പോലെ സാറേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ അമർജ്യോതി മാം പറഞ്ഞ പോലെ എൻ്റെ വിഷയം ഇതാണ്. എപ്പോഴും വന്നിട്ട് ചായ കൊടുക്കുമ്പോൾ, വൈകുന്നേരത്തെ സ്നാക്സും ഇതും കൊടുക്കുമ്പോൾ അവിടെ ഞാൻ ഇരുന്നിട്ട് ഓരോ കാര്യം ചോദിക്കും. അപ്പോൾ തത്ത പറയുന്ന പോലെ അവരുടെ കാര്യം, പിന്നെ അവരുടെ സുഹൃത്ത് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെയുള്ള വർക്ക്ഷോപ്പിലുള്ള ഒരാളെ കൂട്ടിക്കൊണ്ടുപോയി സ്കൂളിലും വിനോദ് മാഷ് അത് അറിഞ്ഞു, എന്നിട്ട് അത് പിടിച്ചു. നല്ല രസമാണ്, ആ കാര്യങ്ങൾ കേൾക്കാൻ രസമാണ്. അതൊരു പതിവായി മാറി സാറേ, കഥ പറയുന്ന പോലെ ഒരു പതിവായി മാറി ഇപ്പോഴും. അതുപോലെ മോള് മാഡം പറഞ്ഞില്ലേ, മോള് എന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം അതിരാവിലെ പോണം ട്യൂഷന്. അപ്പൊ ബസ്സില് കണ്ടക്ടർ പറഞ്ഞോലും ഈ തെയ്യം കെട്ടിയ പോലത്തെ വേഷം ഇട്ടിട്ട് എവിടത്തേക്കാ പോകുന്നത്. ലിറ്റിൽ ഫാറില് ഒരു ചെക്കുള്ള ഇതാണ്, സ്കേർട്ടാണ്. അപ്പൊ ഇറങ്ങാൻ നേരത്തെ അയാളെ തോണ്ടിയിട്ട് പറഞ്ഞോലും നിന്നെ ഞാൻ കാണിച്ചു തരാന്ന്. നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എഴുതി കൊടുത്തിട്ട് ഒരു ബസ്സിന്റെ ആ ഒരു ട്രിപ്പ് കട്ട് ചെയ്തോള്. അപ്പം ചെറുപ്പത്തിലെ അങ്ങനെയുള്ള പരിപാടി ആയതുകൊണ്ട് നമുക്ക് വലിയ തലവേദനയൊന്നുമില്ല. അതുപോലെ ഇപ്പോഴും അങ്ങനെ സാറേ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടല്ലോ സാർ, ഈ 4 പേരും മമ്മി ഒരു ഗ്രൂപ്പ് കോൾ ഉണ്ട്, ഇത്ര മണിക്ക് അറ്റൻഡ് ചെയ്യണേ. അപ്പൊ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതില് 4 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാം, തിരുത്താം, എല്ലാം ഉണ്ട് സാർ. ഇപ്പോഴും വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുണ്ട് സാറേ, കാരണം പാരന്റ്സ് അവരെ കേൾവിക്കാരാവുന്നില്ല സാറേ. അതുകൊണ്ടാണ് കുറെ പ്രശ്നങ്ങൾ. നമ്മളിപ്പം
എനിക്കൊരു വിഷമമുണ്ട്. അപ്പൊ കേൾക്കാൻ ഇവിടെ ആരില്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പോയിട്ട് പറയേണ്ടി വരുന്നത്. അങ്ങനെ പറയുമ്പോ എന്തായി, അവര് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതെയോ അത് ശരി ഞാൻ സഹായിക്കാം എന്നുള്ള ഒരു സഹായത്തിലേക്ക് വരും. അങ്ങനെ ആയിട്ട് വരുമ്പോ പല രീതികളുണ്ടാവും. അപ്പം വാ നമുക്കൊന്ന് ചായ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കഴിച്ചിട്ട് വരാം പറയുമ്പോൾ സാറ് പറയുന്ന പോലെ ഐസ്ക്രീമിൽ അങ്ങനത്തെ ഇത് കൊടുത്താല് പിന്നെ എപ്പോഴും ഈ ഐസ്ക്രീം കഴിക്കാൻ ഇവൻ്റെ ഒന്നിച്ച് പോകണം. അങ്ങനെയാണ് സാറേ ഒരു പെൺകുട്ടി ചെയ്തത്. കാരണം ഒരു കുട്ടി എപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിൽ പൈസ കൊടുക്കാതെ ആദ്യം കൊടുത്തു അവൾക്ക്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പൈസ കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഒരു ദിവസം കൊടുത്തില്ല. ഒരു മിനിറ്റ് കൊടുത്തില്ല. കൊടുക്കാതിരിക്കുമ്പോ ഈ പെൺകുട്ടീനെ രാത്രിയില് ഈ പെൺകുട്ടീനോട് പറയാണ്, നീ ഏണി വെച്ചരാ, നീ ഇറങ്ങി വന്നാൽ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഇറങ്ങി പോയിട്ട് പോലീസ് അന്വേഷിക്കുമ്പോ ഈ പെൺകുട്ടി അവിടെ എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു സാർ. അവന്റെ അടുത്ത് എത്തിയതേ ഉള്ളൂ. പിന്നെ സാറ് പറഞ്ഞ പോലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചത് എവിടെയാന്ന് എനിക്ക് പറഞ്ഞൂടാ, അപ്രിയ സത്യങ്ങൾ പറഞ്ഞൂടാ. അവര് കുട്ടി സ്കൂളിൽ പോകുമ്പോ ഓട്ടോറിക്ഷ ഡ്രൈവർ കളിയാക്കി. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛനൊരു കള്ളുടിയനാന്ന്. അച്ഛൻ ചോദിക്കല്ലേ പ്ലീസ് പ്ലീസ്, അത് പോയി എന്ന് പെൺകുട്ടി പറഞ്ഞതാണ്. പക്ഷെ ഈ പെൺകുട്ടിയോടിനെ കൊണ്ടുപോയിട്ട് ചോദിച്ചു. അവക്ക് അവര് തമ്മിൽ, അച്ഛനും അവരും തമ്മിൽ വഴക്കൂടുമ്പോ അവള് വന്നിട്ട് നേരെ സൂയിസൈഡ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇത് ഏതായാലും ഞാൻ അധിക സമയം അപഹരിക്കുന്നില്ല. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം മറ്റോ കാര്യം? ഇന്നത്തെ ക്ലാസിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, റെക്കോർഡിംഗ് തരാം. ആ കിട്ടും തീർച്ചയായും. ഒന്ന് പറയൂ, ഒന്ന് പറയൂ. ഹലോ, ഓക്കെ, വാട്സപ്പ് ഇട്ട് തരാം, കുഴപ്പമില്ല. വാട്സപ്പിൽ കാണുമല്ലോ, ഈ ഗ്രൂപ്പിൽ തന്നെ കാണും. ഇല്ലെങ്കിൽ എന്റെ പേഴ്സണലിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നോർമലി ഞാൻ ഇടാറുണ്ട്. ഇന്ന് ലിങ്ക് കിട്ടിയില്ല, ഇതിന്റെ കൂടെ തന്നെ കാണും ലിങ്ക്. കേൾക്കാമോ? മാം കേൾക്കാം. ഇന്നത്തെ ലിങ്കിന്റെ അകത്ത് ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാമും നമ്മൾ ഗ്രൂപ്പായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇൻ കേസ് കിട്ടുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എന്റെ നമ്പറിൽ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇനി വേറെ ഗീതാമ്മ എന്തെങ്കിലും പറയുന്നോ? ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പറയൂ ഗീതാമ്മ. ഇല്ല. ഷാജു സാർ, അൻസാരി സാർ ഉണ്ടോ? പറയൂ ഷാജു. പറയൂ. നല്ല വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. അത് ഇതിങ്ങനെ മാത്രം പോരാ, ശരിക്കും സ്കൂളുകളിൽ ഒരു PTA മീറ്റിങ്ങിലെങ്കിലും പേരൻസിനെ വിളിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വ്യാപകമായി എത്തിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. സ്കൂളുകളിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല സാർ, ഈ പേരുകളൊന്നും സ്കൂളുകളിൽ പറയാൻ അവർ അനുവദിക്കുന്നില്ല. അത് ശരിയാണ്, പക്ഷെ അത് എണ്ണം മാത്രം പറഞ്ഞാൽ പേര് അധികം ശ്രദ്ധിച്ചിരുന്നു, അത് നമ്മള് പ്രത്യേകത. പക്ഷെ അതല്ല, പേരൻസിനെ എടുക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കെമിക്കൽസിന്റെ ഡീറ്റെയിൽസ് അല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, സാറ് നല്ല ക്ലാസ് ആയിരുന്നു. ഓരോ കെമിക്കലും ഇന്ന ഹാലൂസിനേഷൻ കൊണ്ടുവരും, ഹാപ്പിനെസ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ അത് വാങ്ങിച്ച് അടിക്കാൻ തോന്നും. അതുകൊണ്ടാണ് അത് ആദ്യ കാലങ്ങളിൽ അവരെ പറഞ്ഞിരുന്നു. പിന്നെ അതിന്റെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പൊ നമുക്കിപ്പോ എന്തുവാണ് സന്തോഷം കിട്ടണമെങ്കിൽ അതിനെന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ എളുപ്പമുള്ള പണിയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അത് പറയാൻ പാടില്ല. പക്ഷെ ഈ നല്ല അവയർനെസ് തന്ന ഒരു ക്ലാസ് ആണ് പല കാര്യങ്ങളും. കാരണം പിന്നെ ഇതിലെ ഈ സിന്തറ്റിക് മെഡിസിനും മറ്റേ മെഡിസിനും തമ്മിലുള്ള അതിന്റെ അപകടം എത്രമാത്രം സിന്തറ്റിക് ആയിട്ടുള്ളതിന് കൂടുതലാണ്. പിന്നെ എന്തുവാന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിള്ളേർ കേൾക്കുമ്പോൾ മരുന്നിന് ഉപയോഗിച്ചിരുന്നു, അതിന് ഉപയോഗിച്ചിരുന്നു. പണ്ടേ ആളുകൾ കറുപ്പൊക്കെ ഉപയോഗിച്ചിരുന്നു. കറുപ്പും കഞ്ചാവ് പീടിയും ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ അളവിൽ. ഇപ്പൊ അതൊന്നും ഏക്കത്തില്ല. കാരണം
അങ്ങനെയൊന്നും സന്തോഷിച്ചാൽ പോരാ, അതിലൊക്കെ വളരെ ശക്തമായ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാനും പിന്നെ ട്രാൻസ്പോർട്ടേഷൻ. ഒരു ഇന്റർനാഷണൽ സെമിനാർ ഉണ്ടായിരുന്നു, വേൾഡ് സെമിനാർ ഇവിടെ വെച്ചുണ്ടായിരുന്നു സാറേ, 2 ദിവസമായെന്ന് തോന്നുന്നു. അവിടെ പിന്നെ 190ഓളം 91 രാജ്യത്തിൽ നിന്ന് ആളുകൾ ഇതിന്റെ പ്രമുഖ ആളുകൾ വന്നിരുന്നു, ഡ്രഗ്സിന്റെ ആളുകൾ, പിന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ. എന്നിട്ട് 10-60ഓളം കൺട്രീസിന്റെ ആൾക്കാർ അവര് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അതില് പിന്നെ ഏറ്റവും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത ഐസ്ലാൻഡുകാരാണ്. ആ ഐസ്ലാൻഡുകാര് അവർക്ക് 34% എങ്ങാണ്ടുണ്ടായിരുന്നു, അത് കുറച്ചിട്ട് 2.5% കുറച്ചു 3 വർഷം കൊണ്ട്. അപ്പൊ അതിന് അവര് പറഞ്ഞിരുന്നത് ഇതിന്റെ അതേ പ്രായത്തില് ഇപ്പം ചെറുപ്പക്കാരാണ് അടിക്കുന്ന, അഡോളസൻസിലാണ് കൂടുതൽ കാണുന്നതെങ്കിൽ ആ അഡോളസൻസിനെ ഈവൻ പഞ്ചായത്ത് ലെവലിൽ തന്നെ രഹസ്യമായിട്ട് അവരെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇൻഫർമേഷനും ട്രെയിനിങ്ങും കൊടുത്തിട്ട് അവര് കണ്ടുപിടിച്ചു കൊടുക്കും. അപ്പം ശരിക്കും ഇതിന്റെ ഇത് ബ്രേക്ക് ചെയ്തു, വിതരണത്തിനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. അതായത് ഇടയ്ക്കുള്ള ലിങ്ക് ഇല്ലാതാക്കിയാണ് അവര് സക്സസ്ഫുൾ ആയതെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇവിടെയാണെങ്കിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഉടനെ തന്നെ അടുത്ത ആഴ്ച നമുക്ക് ടെക്നോ പാർക്കിലൊക്കെ കിട്ടും. അതിന് അവിടെ ഇപ്പൊ വെട്ടും കുറവായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ടെക്നോ പാർക്കില് ബ്രേക്ക് സമയത്തും ഒക്കെ വന്ന് അടിക്കത്തക്ക രീതിയിൽ ആദ്യം പറയും ബ്രേക്കിന് കൊടുക്കത്തില്ല, അപ്പം പിന്നെ അവൻ ബാഗിൻ്റെ അകത്ത് വാങ്ങിച്ചുകൊണ്ട് വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങളുണ്ട് നമുക്ക്. അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രശ്നം. അത് കുട്ടികൾക്ക് അവൈലബിലിറ്റി ആണ് പ്രധാനമായിട്ട്. നമുക്കറിയാം, പിന്നെ ഇന്ന് തന്നെ പല സ്ഥലങ്ങളും കാണിച്ച് TV-യിൽ ഇതുപോലെയുള്ള. അപ്പൊ ഇതുപോലെയൊക്കെ ഉള്ള അവയർനെസ് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാം ഇന്ന അപകടങ്ങളുണ്ട്. ഇപ്പൊ സാറ് അതിലൊരു ആരാണ്ടൊരു പിന്നെ ഒളിമ്പിക്സിലൊക്കെ ജയിച്ചത് 43 വയസ്സിലോ 42 വയസ്സിലോ മരിച്ചു എന്ന്. അങ്ങനെയുള്ള കേസുകളാണ്. അതായത് നമ്മുടെ ലൈഫ് എളുപ്പം നഷ്ടപ്പെടുന്നു. ആ എക്സാമ്പിൾസ് ഒക്കെ കൂടുതൽ കൊടുക്കുമ്പോൾ ഒരു പേടി കാണും. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ, താങ്ക് യു. ഞാൻ സാറിന്റെ ക്ലാസ് ആദ്യമായിട്ടാണ്. ഞാൻ ഇവിടെ ഇങ്ങനെ കാണും, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക എന്തുവാ അവിടെ പറയുന്നതെന്ന്. അപ്പൊ അവിടെ എന്നും ചികിത്സയാ കൂടുതലും, പിന്നെ അതുകൊണ്ട് വേറാത്തതാ. ഓക്കെ സാർ. സാബു സാറേ, എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നിപ്പോ വേൾഡ് ഡ്രഗ്സ് അല്ലേ. അപ്പം ഞാനൊരു ഈ കാര്യം ചെറിയ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഒരു ഡയറക്ടറോട് 20 മിനിറ്റിന്റെ ഒരു പ്രോഗ്രാം ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എനിക്ക് ഈ കുട്ടികൾ ഇങ്ങനെ വല്ലാണ്ട് സ്കൂളുകളിലെല്ലാം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അവരെ ജീവിതം നശിപ്പിക്കുന്നുണ്ടല്ലോ, അതിനെതിരായിട്ട് ആ തീം വരുന്ന രീതിയിൽ 20 മിനിറ്റിന്റെ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എത്ര രീതിയിൽ എനിക്ക് ആവും എന്നുള്ളത് അറിയില്ല. 1-2 മാസത്തിൽ ആവുമായിരിക്കും അത്. അപ്പൊ സാറ് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് പൈസ ചെലവുള്ളതാണ്, എന്നാലും വേണ്ടില്ല, കുട്ടികൾ രക്ഷപ്പെടുമല്ലോ. താങ്ക് യു സാർ, താങ്ക് യു. എന്തോ 20 മിനിറ്റ് എന്തോ വീഡിയോയോ അതോ? അല്ല സാറേ, ഒരു ഏകാഭിനയം ചെയ്യാൻ ഇതിനെതിരായിട്ട്. ഓക്കെ. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നം മാത്രമേ ഇതിന് നടക്കുള്ളൂ. കാരണം സമൂഹം വേണം, കുടുംബം വേണം, എല്ലാവരും വേണം, അധ്യാപകർ വേണം, പാരന്റ്സ് വേണം. സമൂഹമൊക്കെ ഏറ്റവും പ്രധാനമാണ്. കാരണം ഡ്രഗ് അഡിക്റ്റ് ആയ ഒരാളെ സമൂഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ മോശമായാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരുടെ കൂടെ ചേർത്ത് നിർത്തണം അവരെ. കൂടുതലും വീട്ടുകളിൽ നിന്നാ. ഞാന് ആദ്യം എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുന്നല എന്ന് പറയും, പുനലൂരിന്റെ അടുത്താ. അവിടെ ഒരു സ്കൂളില് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ പിന്നെ വല്ലാതെ വന്ന് വീണ് അപ്പൊ എടുത്തോണ്ട് വന്നതുപോലെ ക്ലാസ്സിൽ നിന്ന് എടുത്തോണ്ട് വന്നപ്പോ അവിടെ ഇത്തിരി വെള്ളമൊക്കെ അടിക്കുന്ന സാറന്മാരൊക്കെ ഉണ്ട്. എടുത്തോണ്ട് വന്നിട്ടൊപ്പം തന്നെ അറിഞ്ഞ സാറേ പിന്നെ ഇത് ചാരായത്തിന്റെ ഏതാണ്ട് മണക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്, എടാ നീ എന്തോ കഴിച്ചു? രാവിലെ ഒന്നും കഴിച്ചില്ല. പിന്നെന്തോ കഴിച്ചു? അത് അച്ഛൻ ഏതാണ്ട് പിന്നെ ഇത്
കുടിച്ചു. അച്ഛൻ ഏതാണ്ട് ഇരുന്ന് കുടിക്കുന്നു. ആ കുടിച്ചത് ഞാൻ ആ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുത്ത് കുടിച്ചു എന്നാണ് അവൻ പറയുന്നത്. അപ്പം എന്തുവാന്ന് പറഞ്ഞാൽ അവിടെ ചാരായം വാറ്റുന്ന വീട്ടിന്റെ ആ സ്ഥലത്തിന്റെ അടുത്താണ്, ഒഴിഞ്ഞ സ്ഥലമാണ് ഈ കുന്നല എന്ന് പറയുന്നത്. അപ്പം വീട്ടിൽ നിന്നാണ് നല്ല ഒരു ശതമാനത്തിന്റെയും വീട്ടുകളിൽ നിന്നാണ്. കാരണം എന്തുവാന്ന് പറഞ്ഞാല് ബന്ധക്കാരും പിന്നെ ഗൾഫിൽ നിന്ന് അമ്മാവൻ വരുമ്പോ മറ്റവർ വരുമ്പോ ഒക്കെ കൊണ്ടുവരുന്ന പോയി എല്ലാരും കൂടെ കൂടിയിരുന്ന് അടിക്കാൻ വേണ്ടി പിള്ളേരെ പറഞ്ഞു വിട്ടിട്ട് പോയി വാങ്ങിച്ചോണ്ട് പോടാന്ന് പറഞ്ഞു വിടും. വാങ്ങിച്ചോണ്ട് അങ്ങനെ അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് ഇത്തിരി കുടിച്ചോന്ന് പറഞ്ഞിട്ട് ഇപ്പം സ്ത്രീകളും നല്ലതുപോലെ കുടിക്കുന്നുണ്ടെന്നാ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും കൊള്ളാം. വെരി ഡേഞ്ചറസ്. അല്ല സാറ്, പെൺകുട്ടികൾ കള്ള് പോയിട്ട് കുറെ കുടിച്ചു എന്നുള്ള വാർത്ത ഈയിടെ നമ്മുടെ നാട്ടിലേക്ക് എത്തി. കാരണം ഈക്വാളിറ്റിക്ക് വേണ്ടി നിങ്ങളെല്ലാം കൂടെ വഴക്കുണ്ടാക്കുകയല്ലേ, അതുകൊണ്ട് അപ്പം കള്ള് ഷാപ്പിൽ കുടിക്കും. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ്. ആർക്കും മക്കൾ വേണ്ടല്ലോ, മക്കൾ വേണ്ട. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു കല്യാണമൊക്കെ നടത്തി ഒരു ഞങ്ങളുടെ ഇവിടെ ട്രെയിനിങ്ങിനൊക്കെ വരുന്ന നല്ല ക്ലാസ്സൊക്കെ എടുക്കുന്ന ടെക്നോ പാർക്ക് ജോലി ചെയ്തോണ്ടിരുന്ന കൊച്ച് പിന്നെ HR മാനേജരാ. അപ്പൊ ഞാൻ ചോദിച്ചു കല്യാണമൊക്കെ കഴിച്ചപ്പോ 2 വർഷമായി. ആ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പോയതാ. ഞാൻ പറഞ്ഞു പിള്ളേരൊന്നും ഇല്ലേന്ന്. അതൊന്നും വേണ്ട സാറേ, ചുമ്മാ ആർക്കാ ഈ ജോലി, ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഇനി അതിനെ നോക്കാനും ഇത് നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റത്തില്ല എന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞ. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡായി മാറി സാറേ. അതെ, തീർച്ചയായിട്ടും. 2030 വെക്കുകയാണെന്നുണ്ടെങ്കിലേ 2030 ഒരു റീയൂണിയൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 45% സ്ത്രീകളും സിംഗിളായി എന്നാണ് ഒരു കണക്ക്. തീർച്ചയായിട്ടും ഒന്നുകിൽ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും കല്യാണം വേണ്ട. എന്തിനാ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കണോ പട്ടിന് മേടിക്കണോ എന്നുള്ളൊരു എല്ലാരും അല്ല സാറേ, ഇപ്പോഴത്തത് കണ്ട അത് തന്നെ വരും. വെട്ടിക്കൊല്ലുകയും തള്ളിക്കൊല്ലുകയും. ഇപ്പൊ എന്ത് തന്നെ ചുട്ടുകരിച്ചു, ഒരുത്തൻ വെട്ടിക്കൊന്നേച്ച് തള്ളയെ വെട്ടിയേച്ച് കൊന്നിട്ട് അതിന്റെ പുറത്ത് കത്തിച്ചു വെച്ചു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്തിനാ ഇപ്പാട്? ആ കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചുറ്റിക്കറങ്ങി നടന്നൂടെ? വേണമെങ്കിൽ രസത്തിന് വേണ്ടി ഇത്തിരി ഇതും കൂടെ അടിച്ചാൽ മതി. സ്വന്തം കാലിൽ പെൺകുട്ടികൾ നിൽക്കാൻ ആരംഭിച്ചതിൽ പിന്നെ ഇതൊക്കെ കൂടുതലായിട്ട് അതാ പറയണത്. ഇനിയപ്പോ വിവാഹം എന്നുള്ളത് വലിയൊരു കാര്യമൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ. അതിനകത്ത് ജീവിതകാലം മുഴുവൻ ഒരാളുടെ അടിക്കേണ്ടി അയാള് പറഞ്ഞത് എന്നുള്ള ചിന്താഗതി ഒന്നും പെൺകുട്ടികൾക്ക് ഇല്ല. അത് വലിയൊരു സത്യം തന്നെയാണ്. ഇതിലെ ആണുങ്ങളാണ് കുടുങ്ങി പോകുന്നത്. അതെ, തീർച്ചയായിട്ടും അവരാണ്. അവർക്ക് ഒരു കുടുംബം വേണം, തീർച്ചയായിട്ടും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അവരൊന്ന് ഫൈനാൻഷ്യലി സെറ്റിൽ ആയാൽ അവർ കരിയർ ഡെവലപ്പ് ചെയ്ത് അവരുടെ അടുത്ത ചിന്ത കുടുംബമാണ്. തീർച്ചയായിട്ടും ആണുങ്ങളുടെ, പുരുഷന്മാരുടെ. പക്ഷെ പെൺകുട്ടികൾക്ക് അതൊന്നും. അതല്ല സാറേ, പെൺകുട്ടികൾ അങ്ങനെ ചിന്തിപ്പിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതുകൊണ്ടാണ് സാറ് പേപ്പർ വായിക്കുന്നില്ലേ? അപ്പൊ ഇതില് ബോത്ത് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അവരെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് സമൂഹമാണെന്നാണ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ ഷാബി സാറിനെ നമുക്ക് പറഞ്ഞു വിടാം. ഏകദേശം 9 മണിയായി. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു പാർട്ടി നടത്തി വിടും സാറേ. എല്ലാത്തിന്റെയും സാമ്പിൾ ഒന്ന് കൊടുത്തുവിടാനായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഇപ്പൊ അല്ല അങ്ങനല്ലേ, മരിച്ചാലും പെണ്ണ് കാണാൻ വന്നാലും കല്യാണത്തിനായാലും എല്ലാത്തിനും അവസാനം ഒരു ഇതുണ്ടല്ലോ. ഉത്സവം വന്നാലും പള്ളിയിൽ എന്ത് വന്നാലും. അപ്പൊ അതുപോലെ സാറിന്റെ ക്ലാസ് കഴിഞ്ഞവർക്ക് ഇത് ഒന്ന് സംഘടിപ്പിച്ചിട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഇതുപോലുള്ള അധ്യാപകരായി പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഷാബി സാർ താങ്ക് യു. രമാവതി മാം, ജ്യോതി മാം, ഗീത മാം, ഷാജി സാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സാർ. സാബു സാർ നന്ദി. ഇങ്ങനെ ഒരു ക്ലാസ് നമ്മുടെ സാബു സാർ എടുത്ത്
എന്തായാലും എനിക്ക് എന്തോ ഈ സമയം ഇത്രയായിട്ടും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും സാറ് എടുക്കുമ്പോ ഉണ്ടല്ലോ കൃത്യമായിട്ടുള്ള ക്ലാസ് ആണ്, ഒന്നും വിട്ടുപോകില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഷാബു സാറിന്റെ ഇതിന് മുമ്പത്തെ ക്ലാസ് വീഡിയോയുടെ ലിസ്റ്റ് നോക്കിയോ? വീഡിയോ ലിസ്റ്റിൽ ഷാബു സാറിന് ഇതിന് മുമ്പിലത്തെ ക്ലാസ് എടുത്തു. കുറച്ച് നാളായി സാർ ക്ലാസ് എടുത്തിട്ട്, ഏകദേശം 1 വർഷമെങ്കിലും ആയിട്ടുണ്ടോ. അന്നത്തെ ക്ലാസ്സിന്റെ ആ പവർ ഒന്ന് കേൾക്കണം, ഒന്ന് കേട്ടോ. അല്ല, അത് ഞാൻ ഒരിക്കൽ കേട്ടിരുന്നു ഞാൻ. പക്ഷെ ഇതിന്റെ തന്നെ സബ്ജക്റ്റ് വ്യതിചലിച്ചില്ല, അതാണ്. ലഹരിയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ ടൈറ്റിലോട് കൂടി തന്നെ ഒരു ക്ലാസ് സാർ ഇട്ടിരുന്നു. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അതൊക്കെ ഭയങ്കര പവറാണ്. സാർ ഇത് പറയുമ്പോ അതിനൊരു പ്രത്യേക, ഇപ്പൊ കുറച്ചു നാളായിട്ട് സാറിന് ലഹരി പിടിച്ചോ എന്ന് സംശയമുണ്ട്. സാറ് ഏതിനാണ് അതെല്ലാം എല്ലാത്തിനും എന്താ പറയണ്ട, അത്രയും ഇതായിട്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ, അതാണ്. പാട്ടായാലും അങ്ങനെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എല്ലാം എക്സ്പീരിയൻസ്ഡാണ് എന്ന് വേണം വിചാരിക്കാൻ, അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു. റെക്കോർഡിംഗിൽ പ്രസന്റേഷനും കാണുമോ? തിരുക്കുറളാണ് നാളെ. എന്താ മാം റെക്കോർഡിംഗ് ഇടുവെന്ന് പറഞ്ഞല്ലോ ക്ലാസിന്റെ, അതിൽ പ്രസന്റേഷൻ കാണുമോ? സാറിന്റെ പ്രസന്റേഷൻ? പിന്നെ എല്ലാം കാണും. ഉണ്ടാവും. ഓക്കെ. താങ്ക് യു ഷാബു സാർ, വളരെ നന്നായിരുന്നു. ഗീതാമാമിനെ കാണുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. എന്റെ നമ്പർ അറിയാമല്ലോ, അല്ലേ? സാറിന്റെ നമ്പർ അതിലുള്ള നമ്മുടെ ഗ്രൂപ്പ്, ഞാനിന്ന് ആദ്യമാണ് കയറുന്നതേ, ആദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നത് ലിങ്കിന്റെ അകത്ത് നമ്പർ ഉണ്ട്. 9 അവസാനം 71 ഞാൻ വിളിക്കാം. ഓക്കെ ഷാബു സാർ, താങ്ക് യു. സീ യു. എന്ന് പറയാ, ഞാൻ കേട്ടിട്ടാ. പിറ്റി എന്തേലും എന്നെ വിളിച്ചിരുന്നു.